എന്ന് വിചാരിച്ചിരുന്നത്. അതിൽ 10-20 കയറാൻ പറ്റി. ഇന്നത്തെ വിഷയം ഇട്ടിരിക്കുന്നത് ഏകാന്തത അകറ്റുക എന്നുള്ളതാണ്. അതാണെന്ന് തോന്നുന്നു ആണ് നമ്മൾ വിശകലനം ചെയ്യാനുള്ളത്. അത് വിശകലനം ചെയ്തല്ലോ അല്ലെന്നെനിക്ക് തോന്നുന്നു. ആ ചെയ്താലേ അപ്പൊ രോഷവും നീരസവും ജാഗ്രത പുലർത്തുക എന്നുള്ളത് അതും പറഞ്ഞു. ആ ഭാഗം കഴിഞ്ഞാ പിന്നെ അടുത്ത ഭാഗം. അത് കഴിഞ്ഞു. ഓക്കെ. സ്വയം നല്ലവരായിരിക്കുക എന്നുള്ളതാണ് ഒരെണ്ണം. അതെ അതെ. ഓക്കെ, നല്ലൊരു വിഷയമാണ് സ്വയം നല്ലവരായിരിക്കുക എന്നുള്ളത്. നമ്മുടെ ചെറുപ്പം മുതലേ നമ്മൾ പഠിച്ചു വെക്കുന്ന ഒരു ആശയമാണ് നല്ല മനുഷ്യനായിട്ട് ജീവിക്കാന്ന്. അപ്പൊ നല്ല മനുഷ്യന്റെ ലക്ഷണങ്ങൾ നമുക്ക് പറഞ്ഞു തന്നിട്ടുള്ളത് നല്ല കഥകളിലൂടെയാണ് ചെറുപ്പത്തിൽ കിട്ടിയത്. പിന്നെ മതപരമായ വിദ്യാഭ്യാസം നേടിയിട്ടുള്ള ആൾക്കാരുള്ളവർക്കൊക്കെ അവരുടെ പുണ്യഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ എന്താണ് ഒരു നല്ല വ്യക്തിയുടെ സവിശേഷത എന്നുള്ള കാര്യങ്ങളൊക്കെ പഠിച്ചു വെച്ചിട്ടുണ്ട്. ചിലർക്ക് അതൊന്നും അങ്ങനെയുള്ള പഠിക്കാനുള്ള അവസരവും കിട്ടിയിട്ടില്ല, പഠിച്ചു വെച്ചവരും ഉണ്ട്. അപ്പൊ അങ്ങനെ ആ മതപരമായ വിദ്യാഭ്യാസം കിട്ടിയവരൊക്കെ സ്വയം നല്ലവരാകാൻ കണ്ട ഒരു മാർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ പാതയിലൂടെ സഞ്ചരിക്കുക എന്നുള്ളതാണ്. അപ്പൊ ദൈവത്തെക്കുറിച്ച് ഒരു കൺസെപ്റ്റ് ചെറുപ്പത്തിലേ ഉണ്ടാക്കി അങ്ങനെ ദൈവത്തെ ഒരു വിധത്തിൽ ഭയപ്പെട്ടുകൊണ്ട് എന്നുള്ള വിധത്തിൽ ചെറുപ്പത്തിൽ അതൊക്കെ അനുസരിച്ച് വന്ന് വലുതായി കഴിഞ്ഞപ്പോൾ ചില ആൾക്കാർ ആ ഭയം ചില ആൾക്കാർ ആ ഭയം ഒക്കെ ഒഴിവാക്കി. ഹലോ, കേൾക്കാമോ? ഹലോ, ആ ഒരു കോള് വന്ന് കട്ടായി, അതാണ്, കുഴപ്പമില്ല. അങ്ങനെ പിന്നീട് ഈ ദൈവത്തിൽ നിന്നുള്ള ഒരു ചെറിയൊരു അകൽച്ച വന്ന് നമ്മുടെ കാര്യം നമ്മളെ ഇഷ്ടപ്രകാരം ചെയ്യാന്നുള്ള രീതിയിലേക്ക് അങ്ങനെ വന്ന് പിന്നെ അതങ്ങനെ അങ്ങ് ജീവിതം പോയി. അങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് നമ്മുടെ ഇടയ്ക്ക് മദ്യം കയറി വന്നു. അപ്പോൾ ഈ മദ്യപിക്കുന്നത് ശരിയല്ല എന്നുള്ള വിവരം ബേസിക്കലി അറിയാം, മദ്യപാനം ശരിയല്ല. പക്ഷേ ശരിയല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. എത്രയോ ആൾക്കാർ മദ്യപിക്കുന്നു, രസകരമായി മദ്യപിക്കുന്ന ഒരുപാട് പേരുണ്ട്. അത് തെറ്റായ കാര്യമല്ല. നമ്മുടെയൊക്കെ മൂത്ത ആൾക്കാർ കുടിക്കുന്നു, എൻ്റെ അച്ഛനും കുടിക്കുന്നു, എൻ്റെ അമ്മാവനും കുടിക്കുന്നു, എൻ്റെ നാട്ടിലുള്ള പല ആൾക്കാരും കുടിക്കുന്നു. അതുകൊണ്ട് കുടിക്കുന്ന ഒരു തെറ്റല്ല. തെറ്റാണ് എന്നൊക്കെ ചിലയിടത്ത് പറയുമെങ്കിലും അത് തെറ്റല്ല എന്ന ഒരു കൺസെപ്റ്റിലൂടെ നമ്മൾ മദ്യപാനമൊക്കെ തുടങ്ങി. അങ്ങനെ വന്നതോടുകൂടി ഒരു സാമൂഹ്യ ജീവിതത്തിന് ഗുണകരമാവുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ അതിൻ്റെ ചിന്തയും ചിലതൊക്കെ നമ്മുടെ അടുത്ത് നിന്ന് കൈമോശം വന്നുപോയി. അവിടെയാണ് നമുക്ക് കുടിയൊക്കെ അങ്ങോട്ട് കൂടി അങ്ങനെ ഒരു മദ്യാസക്ത രോഗിയായിട്ട് മാറിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മൾ കുടിയിൽ നിന്ന് അങ്ങോട്ട് മാറി നിൽക്കുന്നു. ആൽക്കഹോളിക്സ് അനോണിമസിൽ വരുന്നു. അപ്പം ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നപ്പോൾ കിട്ടിയ ഏറ്റവും വലിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ നേരത്തെ ഈ ചെറുപ്പം മുതലേ ഈ ഗ്രന്ഥങ്ങളിൽ നിന്നൊക്കെ പഠിച്ച് ദൈവത്തെ ഭയപ്പെട്ടുകൊണ്ട് അല്ലെങ്കിൽ ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് ദൈവത്തിന്റെ പാതയിൽ സഞ്ചരിക്കുന്ന അതൊരു ആത്മീയത. അതായത് മാരകമായ 7 പാപങ്ങളുണ്ട്. അസൂയ, അഹങ്കാരം, അത്യാഗ്രഹം, ആർത്തി, കാമം, ക്രോധം, മോഹം തുടങ്ങിയ 7 മാരക പാപങ്ങളാണ്. ആ പാപങ്ങളൊന്നും ചെയ്യാൻ പാടില്ല എന്നൊക്കെ. പിന്നെ എല്ലാ സത്യസന്ധനായിരിക്കണം, കൃത്യനിഷ്ഠയുള്ളവനായിരിക്കണം എന്നൊക്കെയുള്ള മറ്റുള്ളവരുടെ ദയ കാണിക്കണം, കരുണ കാണിക്കണം, വിനയം കാണിക്കണം, അഹങ്കാരം കാണിക്കണം എന്നുള്ള കുറേ നല്ല ആശയങ്ങളൊക്കെ നമ്മൾ ഈ ഈശ്വരന്റെ പേരിലാണ് ചെയ്യാൻ വേണ്ടി പറഞ്ഞത്. അത് നമ്മൾ ഈശ്വരന്റെ പേരിൽ
ഈശ്വര വിശ്വാസം കുറേശ്ശൊക്കെ എന്നോട് പറഞ്ഞു, ഈശ്വരൻ എന്ന് പറഞ്ഞൊരു സംഗതി ഈ ചെറുപ്പത്തിൽ പഠിച്ചു വന്ന ഈശ്വരനെ നമ്മളിട്ട് കാണുന്നില്ല. അതുകൊണ്ടൊരല്പം അതിൽ നിന്നൊക്കെ അങ്ങോട്ട് വ്യതിചലിച്ച് പിന്നെ നമ്മൾ നമ്മുടെ പാതയിൽ ഇറങ്ങി പോയി. ഇവിടെ ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോൾ കിട്ടിയൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ, അന്നൊക്കെ പറഞ്ഞ ആ ദൈവത്തിന്റെ സ്ഥാനത്ത് ഇപ്പൊ നമ്മൾ പ്രതിഷ്ഠിച്ചു വെച്ചിരിക്കുന്നത് മദ്യാസക്ത രോഗമാണ്. മദ്യാസക്ത രോഗം. അപ്പൊ അതെങ്ങനെയാണ് ആ ദൈവത്തിന്റെ ഭാഗത്ത് നിന്ന് ചോദിച്ചു കഴിഞ്ഞാല്, ഒരു മദ്യാസക്ത രോഗി ഒരിക്കലും അത്യാഗ്രഹം കാണിക്കാൻ പാടില്ല. ഒരു മദ്യാസക്ത രോഗി അഹങ്കാരം കാണിക്കാൻ പാടില്ല. അത് വീണ്ടും കുടിച്ചു പോകാൻ സാധ്യതയുണ്ട്. ഒരു മദ്യാസക്ത രോഗിക്ക് ദേഷ്യപ്പെടാൻ പാടില്ല, വെറുപ്പ് സൂക്ഷിക്കാൻ പാടില്ല. പരമാവധി വിനയം കാണിക്കണം, ദയ കാണിക്കണം, മറ്റുള്ളവരെ സഹായിക്കണം, സ്നേഹിക്കണം. എന്തുകൊണ്ട്? ഇതൊക്കെ ചെയ്തില്ലെങ്കിൽ കുടിച്ചു പോവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം ഒരു മദ്യാസക്ത രോഗിയാണെന്ന് പൂർണ്ണമായും വിശ്വസിക്കുകയാണെങ്കിൽ ഒരിക്കലും മദ്യാസക്ത രോഗി പിന്നെ കുടിക്കാതിരിക്കാൻ വേണ്ടി ഈ വക സ്വഭാവ ദൂഷ്യങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കണം എന്ന് നമ്മളെ പഠിപ്പിച്ചു തന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് സ്വയം നല്ലവരായിരിക്കുക. സ്വയം നല്ലവരാകാൻ നമ്മളുടെ മുന്നിൽ വന്നിട്ടുള്ള ഏറ്റവും ഒരു എന്താ പറയാ ലക്ഷ്യം എന്ന് പറയുന്നത് മദ്യപാനത്തിൽ നിന്ന് മാറി നിൽക്കുക എന്നുള്ളതാണ്. നേരത്തെ ഇതേപോലെ നിൽക്കാൻ വേണ്ടി പറഞ്ഞ വേറൊരു സോഴ്സാണ് നമ്മളത് ഒഴിവാക്കിയിരുന്നു. ഇപ്പോ ഞാൻ ആരോടും ദേഷ്യം പിടിക്കലില്ല. എന്താ കാരണം? ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ അത് എന്നിൽ ഒരുപാട് ഇഷ്യൂസ് ഉണ്ടാവുന്നു. അതുകൊണ്ട് ഞാനത് കുടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിലെ മോശം സ്വഭാവങ്ങൾ എന്തൊക്കെയാണ്, അതായത് നമുക്ക് തന്നെ വിനയാകുന്ന നമ്മുടെ ഉള്ളിലെ സ്വഭാവ സവിശേഷതകള്, ചിന്തകള് ഒക്കെ അതിനെ എടുത്ത് മാറ്റിക്കളയാൻ വേണ്ടി നമ്മൾ ശ്രമിച്ചില്ലെങ്കിൽ നമ്മൾ കുടിച്ചു പോകും. അതുകൊണ്ട് നല്ലവരായിരിക്കുക. ഒരു സ്നേഹഭാജനമോ പ്രിയപ്പെട്ട സുഹൃത്തോ ഗുരുതരമായ രോഗത്തിൽ നിന്ന് സുഖം പ്രാപിച്ചു വരുമ്പോൾ മൃദുലവും സ്നേഹനിർഭരവുമായ ശുശ്രൂഷ എന്ന ഒരു നല്ല നേഴ്സിന്റെ ഭാഷയിൽ പറയാവുന്ന തരത്തിലുള്ള പരിചരണമാണ് നമ്മൾ മിക്കപ്പോഴും നൽകാൻ ശ്രമിക്കുന്നത്. കൂടുതലായ ലാളനയും ഇഷ്ടപ്പെട്ട ഭക്ഷണവും കുറെ കളിതമാശകളിലൂടെ സന്തോഷവും നൽകി നമ്മൾ രോഗിയായ ഒരു കുഞ്ഞിനെ രോഗശമനത്തിന് സഹായിക്കുന്നു. തീർച്ചയായിട്ടും ഏതെങ്കിലും ഒരു അസുഖം ബാധിച്ചു വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ അസുഖം ബാധിച്ചു വന്ന ആളോട് ഭയങ്കരമായ ഒരു സ്നേഹവും ഒരു ഇഷ്ടവും എന്താ പറയാ പരിഗണനയും ഒക്കെ ലഭിക്കും. തീവ്രമായ മദ്യാസക്ത രോഗത്തിൽ നിന്നും ആരോഗ്യം വീണ്ടെടുക്കുക എന്ന പ്രക്രിയ കുറേ സമയമെടുക്കുന്നതാണ്. അതിലൂടെ കടന്നു പോകുന്ന ഏത് വ്യക്തിയും കരുതലും കുറേ അളവിൽ മൃദുലവും സ്നേഹനിർഭരമായ ശുശ്രൂഷയും അർഹിക്കുന്നുണ്ട്. അതേപോലെ തന്നെ ഒരു മാരകമായ രോഗമാണ് മദ്യാസക്ത രോഗം. ഇതൊരു സുപ്രഭാതത്തിൽ കുടി അങ്ങ് നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇയാളുടെ രോഗ ശമനത്തിനുള്ള രോഗത്തിൽ മാറിക്കാനുള്ള സ്റ്റെപ്പ് ആരംഭിക്കുന്നേ ഉള്ളൂ. അതുകൊണ്ട് ഏറ്റവും കൂടുതൽ കരുതലും പരിഗണനയും ആവശ്യമുള്ള ഒരു സമയമാണ് കുടിയിൽ നിന്ന് മാറി നിൽക്കുന്ന സമയം. ചിലതരം രോഗബാധകൾ മനഃപൂർവ്വം സ്വയം ക്ഷണിച്ചു വരുത്തിയതാണെന്ന് കരുതപ്പെട്ടിരുന്നതിനാൽ അവർ ദുരിതം അനുഭവിക്കാൻ അർഹരാണെന്ന് പണ്ട് ചിന്തിക്കപ്പെട്ടിരുന്നു. മദ്യാസക്ത രോഗത്തിന്റെ ഏറ്റവും വലിയ ഒരു തീവ്ര അനുഭവമാണിത്. അതായത് ഇത് അവനവൻ ക്ഷണിച്ചു വരുത്തിയ രോഗമാണ്. അവൻ കുടിച്ച് ഇങ്ങനെ പോകുന്നത് കാണുമ്പോൾ അവന് സ്വയം ഉണ്ടാക്കിയതല്ലേ. ഒരസുഖം അവൻ മെനക്കെട്ട് വരുത്തി വെച്ചല്ലേ. കയ്യിലിരുന്ന പൈസ കൊടുത്ത് കള്ള് വാങ്ങി കുടിച്ച് അവന്റെ രോഗം അവൻ ഉണ്ടാക്കിയെടുത്തതാണ്. അത് ഒരു ദയയും അർഹിക്കാത്ത രോഗമായിട്ടാണ് പൊതുവെ സമൂഹം ഈ മദ്യാസക്തിയെ കാണുന്നത്. അയാൾ കുടിച്ച് നശിപ്പിച്ചു, അത് അയാളുടെ കുഴപ്പം. അയാൾ കുടിക്കാതിരുന്നാൽ അയാൾക്ക് നല്ലത് എന്ന ഒരു ജനറൽ സ്റ്റേറ്റ്മെന്റ് ആണ് ഈ മദ്യാസക്തരെ കുറിച്ച് പൊതുവെ സമൂഹത്തിലുള്ളത്. അതുകൊണ്ട് തന്നെ അവരിപ്പോ കുടി നിർത്തിയാല്
നേരത്തെ പറഞ്ഞതുപോലെ ഒരു അസുഖം ബാധിച്ചിട്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയി വരുന്ന ഒരാൾക്ക് കിട്ടുന്ന ഒരു പരിഗണനയും കൂടി നിർത്തുന്ന ആൾക്ക് സാധാരണഗതിക്ക് കിട്ടാറില്ല. അതുകൊണ്ട് മദ്യാസക്ത രോഗത്തിന്റെ സ്വഭാവത്തെപ്പറ്റി അജ്ഞരായ ആളുകൾ കാര്യങ്ങൾ ശരിയായി മനസ്സിലാക്കുന്നവരെ ഞങ്ങളും അവരിൽ ഉൾപ്പെടുന്നു. ഇപ്പോഴും അതിൽ ആരോപിക്കുന്ന അപരാധവും ദുഷ്കീർത്തിയും കാരണം ഞങ്ങളിൽ മിക്കവരും മദ്യലഹരി വിട്ടതിന് ശേഷമുള്ള കടുത്ത അവസ്ഥയിൽ പിടയുമ്പോൾ ഞങ്ങളോട് തന്നെ ഒട്ടും ദയുള്ളവരായിരുന്നില്ല. ശരിയാണ്. നമ്മളോട് ഒരു സ്നേഹം, ഒരു നല്ല വാക്ക് പറയാൻ, കുടി നിർത്തി എന്നുള്ളത് മനസ്സിലായെങ്കിൽ പോലും അതൊരു വലിയ കാര്യമായിട്ട് ആരും അത് പരിഗണിക്കുന്നില്ല. കുടി നിന്നു എന്നുള്ള ഒരു മഹത്തായ ഒരു കുടിയിൽ നിന്ന് മാറി നിൽക്കുന്നു എന്നുള്ള ഒരു മഹത്തായ പ്രക്രിയ അയാൾ കഷ്ടപ്പെട്ട് വളരെ ശ്രമകരമായി ചെയ്യുന്നുണ്ടെന്നുള്ള ഒരു ഔദാര്യവും ഒരു സ്ഥലത്തു നിന്നും കിട്ടാറില്ല. കാരണം കുടിച്ചത് അയാളുടെ തോന്നിയാസല്ലേ. ഇതൊരു രോഗാവസ്ഥയായിരുന്നു. അപ്പോ സാധാരണ എല്ലാ രോഗവും പോലെ രോഗത്തിൽ നിന്ന് മുക്തി പ്രാപിക്കുന്ന ഒരാൾക്ക് കിട്ടേണ്ട സ്നേഹവും പരിഗണനയും ഒക്കെ കിട്ടേണ്ട ഒരു വ്യക്തിയാണ് എന്നുള്ള കാര്യമൊന്നും സമൂഹത്തിനൊന്നും അറിയത്തില്ല. അത് വീട്ടിൽ നിന്ന് കിട്ടലില്ല. അത് ഈ പറഞ്ഞ ഈ കൂട്ടത്തിലുള്ള ബഹുഭൂരിപക്ഷം ആൾക്കാർക്കും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിഗണന ഒരിടത്തുനിന്നും കിട്ടിയിട്ടുണ്ടാവില്ല. ഒരു രോഗിക്ക് കിട്ടുന്ന ഒരു പരിഗണന. അതുകൊണ്ട് ഒരു ദയ ഉണ്ടായിരുന്നില്ല. രാഗം വായിച്ച് സന്തോഷിപ്പിച്ച കൊള്ളൂത്തുകാരന് നൽകുന്ന പ്രതിഫലം പോലെ ഞങ്ങൾ ദുരിതം അനുഭവിക്കും. ഇഷ്ടമുള്ള രാഗം വായിച്ച് സന്തോഷിപ്പിച്ച കൊള്ളൂത്തുകാരന്, അതായത് അയാള് ചെയ്ത് തോന്നിവാസത്തിന് അയാൾ തന്നെ അനുഭവിക്കുന്നു. അയാൾ അനുഭവിക്കട്ടെ. അയാൾ ഉണ്ടാക്കി വെച്ച ദുരന്തം അയാൾ തന്നെ. അയാളുടെ എത്രയോ തവണ പറഞ്ഞതാണ് ഈ പ്രശ്നം ഉണ്ടാവുമെന്നത്. അത് കേട്ടില്ലല്ലോ. എന്നിട്ടിപ്പോ അയാൾ അനുഭവിക്കട്ടെ. ഇപ്പൊ കുടിയിൽ നിന്നതിന് ശേഷം അയാളുടെ ഒരു വല്ലാത്ത പ്രശ്നത്തിന് പോലും ഒരു സമൂഹത്തിൽ നിന്നും ഒരു ദയോ പരിഗണനയോ ഒന്നും കിട്ടാനുള്ള സാധ്യത ഇല്ല. ഇതൊരു രോഗമായിരുന്നു എന്ന് സമൂഹം ഇതുവരെ മനസ്സിലാക്കിയിട്ടില്ല എന്നുള്ളതുകൊണ്ടാണ്. ഇത്രയും കാലം ഇതൊരു തോന്നിയാസായിട്ടും കൊള്ളരുതായ്മയായിട്ടും പിടിപ്പുകേടായിട്ടും അഹങ്കാരമായിട്ടും അല്ലെങ്കിൽ ആരെയും കൂസാത്ത ഒരാളായിട്ടും ഒക്കെയാണ് മദ്യാസക്തനെ ലോകം കണ്ടിട്ടുള്ളത്. ആ ഉത്തരവാദിത്വം ഇല്ല, ആരോടും സ്നേഹമില്ല, പൈസയ്ക്ക് വിലയില്ലാത്തവൻ, വില കണക്കാക്കാത്തവന്, അതുപോലെ തന്നെ അഹങ്കാരി, തോന്നിയാസി, ദുഷ്ടൻ എന്ന് വേണ്ട അതുപോലുള്ള ഏതൊക്കെ മോശം വാക്കുകൾ ഉപയോഗിക്കാവോ അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഒരു മദ്യാസക്തനെ സമൂഹം കണ്ടിരുന്നത്. അപ്പൊ അയാള് ഒരു സുപ്രഭാതത്തില് അയാൾ മദ്യപാനത്തിൽ നിന്ന് മാറി നിന്നാൽ അയാൾ കാണിച്ച തോന്നിയാസ അയാൾ മാറി നിൽക്കുന്നു. എത്ര കാലം നിൽക്കുന്ന ആർക്കറിയാം. ഒരു വിശ്വാസവും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഒരു പരിഗണനയും ആ കാര്യത്തില് പുറമേ നിന്ന് കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. ആവശ്യം വരുന്ന ദണ്ഡനമായി അത് ഇയാൾ ഇപ്പൊ അനുഭവിക്കുന്ന പ്രയാസം അനുഭവിക്കട്ടെ. എന്തായിരുന്നു അയാളുടെ കളി? എന്നിട്ടിപ്പോ എന്തായി? ഇപ്പൊ കുടിയിൽ നിന്ന് മാറി നിന്ന് കഴിഞ്ഞാലും അയാൾ പിന്നെയും ചീത്ത കേട്ടോണ്ടിരിക്കുക ചെയ്യാം. അയാൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്കൊക്കെ വീണ്ടും ഇങ്ങനെ ആൾക്കാർ പറയും, നേരത്തെ ഓർക്കണ്ടേ, ഇതൊക്കെ നേരത്തെ ഓർക്കണ്ടായിരുന്നു, ഇപ്പോഴാണ് അതൊക്കെ ഓർമ്മ വന്നത്, ഇപ്പൊ എന്തായി എന്ന കുറ്റപ്പെടുത്തലുകളാണ് ആദ്യത്തെ ഘട്ടത്തിൽ. ഇയാൾക്ക് ഇപ്പൊ പൈസ ഇല്ല, ഉള്ള മുഴുവൻ കള്ളു ഷാപ്പിൽ കൊണ്ടൊക്കെ കൊടുത്തിട്ടല്ലേ എന്നായിരിക്കും ചിലപ്പോഴൊക്കെ ഇങ്ങനെ ചോദിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് ഇയാൾ പിന്നെയും കുടിച്ചു പോണത്. ഇത് കുറച്ച് ഒന്ന് എങ്ങനെയും കഷ്ടപ്പെട്ട് നിർത്തിയേക്കാന്ന് വിചാരിച്ച് നോക്കി നിൽക്കുന്ന സമയത്ത് ഈ ചുറ്റുവട്ടത്തു നിന്നുള്ള ഒരുപാട് ഡയലോഗുകൾ, ഇത്തരം ഡയലോഗുകളായിരിക്കും കേൾക്കാം. ഇവിടെ മദ്യാസക്ത രോഗം അസന്മാർഗികമായ പെരുമാറ്റമല്ലെന്ന് ഞങ്ങൾക്കറിയാവുന്നതിനാൽ ഞങ്ങളുടെ സമീപനങ്ങളിൽ ഒരു പുനഃക്രമീകരണം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കി. നമ്മളിത് മനസ്സിലാക്കി. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളാണ് ഏറെക്കുറെ മനസ്സിലാക്കിയിട്ടുള്ളത്. ഇത് ഒരു മദ്യാസക്ത രോഗം എന്ന് പറയുന്നത് ഒരു തോന്നിവാസമല്ല, ഒരു അസന്മാർഗിക പരിപാടിയല്ല, മറിച്ച് നിർവാഹമില്ലാത്ത ഒരു ശരീരവുമായിട്ട് ജനിച്ച്, അതായത് മദ്യത്തിനോട്
കടുത്ത ആസക്തിയുള്ള ശരീരവുമായി സൃഷ്ടിക്കപ്പെട്ടത് എൻ്റെ കുഴപ്പമല്ല. ആ ശരീരത്തിലേക്ക് മദ്യം ചെന്നപ്പോൾ ആ മദ്യം ഇങ്ങനെ ശരീരം അട്രാക്ട് ചെയ്തതും എൻ്റെ കുഴപ്പമല്ല. അങ്ങനെയുള്ള ഒരാളായിട്ടാണ് ഞാൻ എന്നുള്ളത് ഞാൻ തിരിച്ചറിയാൻ വൈകി എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാർ സമൂഹത്തിലില്ല. പക്ഷേ അങ്ങനെ പറഞ്ഞാൽ മനസ്സിലാവുന്ന ആൾക്കാരുള്ള ഒരു ഇടമാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് ചെല്ലുമ്പോൾ. അതുകൊണ്ട് ഒരു മദ്യാസക്ത രോഗിയോട് രോഗി എന്ന നിലയിൽ പെരുമാറാൻ തീരെ സാധ്യതയില്ലാത്ത ആൾ മറ്റൊരു മദ്യാസക്ത രോഗിയാണെന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ മനസ്സിലാക്കി. ഒരു മദ്യാസക്ത രോഗിയോട് രോഗി എന്ന നിലയിൽ പെരുമാറാൻ തീരെ സാധ്യതയില്ലാത്ത ആൾ മറ്റൊരു മദ്യാസക്ത രോഗിയാണെന്ന് ഞങ്ങൾ അത്ഭുതത്തോടെ മനസ്സിലാക്കി. ഇവിടെ നമ്മുടെ പഴയ ചിന്താഗതി വീണ്ടും നിലനിൽക്കുന്നു. പഴയ ഒരു മദ്യാസക്ത രോഗിക്കാണ് മറ്റൊരു മദ്യാസക്ത രോഗിയോട് തീരെ പെരുമാറാൻ അറിയാത്തതെന്നുള്ള ഒരു ചിന്ത ഇടയ്ക്ക് വന്നു. പ്രശ്ന മദ്യപർ പരിപൂർണതാവാദികളാണെന്ന് മിക്കപ്പോഴും പറയപ്പെടുന്നു. പരിപൂർണതാവാദി എന്ന് പറഞ്ഞാൽ പെർഫെക്ഷനലിസ്റ്റ് എന്നാണ് പറയുക. എല്ലാ കാര്യവും പെർഫെക്ഷൻ ആയിരിക്കണം. അവർ കഴിവുകേടുകളിൽ, പ്രത്യേകിച്ച് സ്വന്തം കഴിവുകേടുകളിൽ അക്ഷമരാണ്. എന്നിരുന്നാലും മുമ്പിൽ അസാധ്യമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും നേടാനാവാത്ത ആദർശങ്ങളെ എത്തിപ്പിടിക്കാൻ തീവ്രമായി പോരാടുന്നു. ഇവിടെ ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം, ഒരു ചെറിയ കാഴ്ചപ്പാട്, നിലപാട്, ഈ നിലപാട് വെച്ചുകൊണ്ടാണ് മിക്കവാറും മദ്യാസക്തര് മദ്യപിക്കാൻ പോകുന്നത്. അവര് വളരെ കാലം കൊണ്ടുണ്ടാക്കിയെടുത്ത ഒരു സംഗതിയാണ് ഒരു നിലപാട്. എങ്ങനെ ആയിരിക്കണം ഞാൻ എന്നുള്ളത്. ആ നിലപാട് ആലോചിച്ച് തീരുമാനിച്ചുണ്ടാക്കിയെടുത്ത നിലപാടിന് അനുസരിച്ചേ അയാൾ പെരുമാറിയുള്ളൂ. അതിന് വിരുദ്ധമായി ആണ് ഈ പൊതുസമൂഹത്തിന് ചുറ്റുവട്ടത്തു നിന്നും ഇയാളിലേക്ക് വിവരങ്ങൾ എത്തുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മളുടെ ബ്രെയിനിന്റെ മുകളിൽ നമുക്കുള്ളതിനേക്കാൾ കൂടുതൽ കൺട്രോൾ നമ്മുടെ ചുറ്റുവട്ടത്തിനാണുള്ളത്. എൻ്റെ അഭിപ്രായത്തിൽ ഒരു 10-20% മാത്രമാണ് നമ്മളുടെ ബ്രെയിനിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റും. അല്ലാത്ത കൺട്രോളൊക്കെ പുറമേ നിന്നാണ് വരുന്നത്. അതായത് മറ്റുള്ള ആൾക്കാർ പറയുന്നത് കേൾക്കുമ്പോൾ നമുക്ക് ഇമോഷൻ വരുന്നു. മറ്റുള്ള ഏതെങ്കിലും സംഗതി കാണുമ്പോൾ നമുക്ക് ഇമോഷൻ വരുന്നു. കേൾക്കുമ്പോൾ ഇമോഷൻ വരുന്നു. ഈ പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അകത്തേക്ക് ചെല്ലുന്ന എന്ത് നെഗറ്റീവ് സംഗതി നമുക്ക് നെഗറ്റീവ് ഇമോഷൻ ഉണ്ടാക്കും. നമ്മളുടെ കൺട്രോളിലായിരുന്നെങ്കിൽ അത് ഉണ്ടാവൂലായിരുന്നല്ലോ. മിക്കവാറും കാര്യങ്ങൾ പുറമേ നിന്ന് കയറുന്ന ആൾക്കാര്, സംഭവങ്ങള്, ഇതൊക്കെയാണ് നമ്മളെ നിയന്ത്രിക്കുന്നത്. നമ്മളുടെ മുകളിലുള്ള നമ്മളുടെ നിയന്ത്രണം വളരെ പരിമിതമാണ്. മിക്കവാറും അത് നമുക്ക് ഒരു 10-20% എങ്കിലും ഉണ്ടായിരുന്നുവെങ്കിലും മദ്യാസക്തരായിട്ടുള്ള ആൾക്കാർ എന്ത് ചെയ്തു എന്ന് വെച്ചാൽ അതിന് അവരവരുടെ മനസ്സിനെ ഒരു നിശ്ചിത പോയിന്റിൽ, നിശ്ചിത രീതിയിൽ അതിനെ ലോക്ക് ചെയ്തു വെച്ചു. ഇങ്ങനെ ആയിരിക്കണം. അതിന്റെ പുറത്ത് നിന്ന് എന്ത് വന്നാലും ഉള്ളിലേക്ക് കയറ്റൂല എന്ന് തീരുമാനിച്ചു. എന്ത് വന്നാലും ഉള്ളിലേക്ക് കയറ്റൂല. ഈ പുറമേ നിന്ന് വരുന്ന ഇൻഫർമേഷൻസിനെ കണ്ട് കേട്ട് രുചിച്ച് വരുന്ന ഇൻഫർമേഷനെ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് എടുക്കൂല. പകരം ഞാൻ എൻ്റെ ഒരു നിലപാട് ഞാൻ അത് ഉറപ്പിച്ചു വെച്ച കുറേ ആൾക്കാരുണ്ട്. അതെന്തിനാണ് അങ്ങനെ ചെയ്തതെന്ന് വെച്ചാൽ, അങ്ങനെ ചെയ്തില്ലെങ്കിൽ ഇയാൾ എപ്പോഴും അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. കാരണം പുറമേ നിന്ന് കേൾക്കുന്നത് ചിലപ്പോൾ ചീത്തയായിരിക്കും കേൾക്കുന്നത്, ചിലപ്പോൾ കുറ്റപ്പെടുത്തലായിരിക്കും കേൾക്കുന്നത്, അല്ലെങ്കിൽ ചിലപ്പോൾ സംഭവിക്കുന്ന നഷ്ടമായിരിക്കും. അങ്ങനെ ഒരുപാട് നെഗറ്റീവ് ആയിരിക്കും പുറമെ. ആ നെഗറ്റീവ് എന്ത് തന്നെ സംഭവിച്ചാലും അത് എന്നെ ബാധിക്കരുത് എന്ന ഒരു ദൃഢനിശ്ചയത്തിന്റെ മുകളിൽ തീരുമാനം എടുത്തിട്ട് അതെല്ലാം ഉള്ളിലേക്ക് കയറ്റാതിരിക്കും. അപ്പൊ അതുകൊണ്ടാണ് പലപ്പോഴും ഈ മദ്യാസക്ത രോഗികൾ മറ്റുള്ള ആൾക്കാരുടെ വിഷമങ്ങളോ പ്രശ്നങ്ങളോ അതിനെക്കുറിച്ച് ശ്രദ്ധിക്കാത്തത്. മറ്റേ ആളെ എന്ത് ചീത്ത പറയുന്നു, കുറ്റം പറയുന്നു
ഇതൊന്നും ശ്രദ്ധിക്കാതിരിക്കാൻ കാരണം അയാളുടെ മനസ്സിനെ പാകപ്പെടുത്തി വെച്ചിരിക്കുകയാണ് അയാൾക്ക് വേണ്ടി. ഒരു കാരണം അല്ലെങ്കിൽ സ്വൈര്യം ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് ഇത്തരം ആൾക്കാർ കഴിവുകേടിൽ, പ്രത്യേകിച്ച് സ്വന്തം കഴിവുകേടിൽ അക്ഷമരാണ്. എന്നിരുന്നാലും മുമ്പിൽ അസാധ്യമായ ലക്ഷ്യങ്ങൾ വെച്ചുകൊണ്ട് ഒരിക്കലും നേടാനാവാത്ത ആദർശങ്ങളെ എത്തിപ്പിടിക്കാൻ തീവ്രമായി ശ്രമിക്കുന്നു. അയാൾക്കൊരാശയമുണ്ട്, ആദർശമുണ്ട്, അതാണ് ശരി എന്ന രീതിയിൽ അയാൾ മെനക്കെട്ട് പ്രവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതേസമയം ഒരു മനുഷ്യജീവിക്കും നമ്മൾ മിക്കപ്പോഴും അവകാശപ്പെടുന്ന തികച്ചും ഉന്നതമായ മാനദണ്ഡങ്ങൾ നിലനിർത്താൻ സാധ്യമല്ലാത്തതിനാൽ, അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ഒരു മനുഷ്യജീവിക്കും നമ്മൾ അവകാശപ്പെടുന്ന ഉന്നതമായ മാനദണ്ഡങ്ങൾ നിലനിർത്താൻ സാധ്യമല്ല. നമ്മൾ എത്രമാത്രം എങ്ങനെ ആയിരിക്കണം എന്നുള്ള കാഴ്ചപ്പാടൊക്കെ രൂപീകരിച്ച് അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നെല്ലാം തീരുമാനിച്ച് അങ്ങനെ ഇരിക്കുന്ന സമയത്ത് പോലും പുറമേ നിന്ന് വരുന്ന പല സംഗതികളുടെയും അടിസ്ഥാനത്തിൽ നമ്മളുടെ തീരുമാനവും മാറും, നമ്മളുടെ ഇമോഷനും മാറും. അത് അത്ര ആവാൻ നമുക്ക് സാധ്യമല്ല എന്നുള്ളതാണ്. അയഥാർത്ഥമായ ഉന്നങ്ങൾ ലാക്കാക്കുന്നവർക്ക് തീർച്ചയായും സംഭവിക്കുന്ന പോലെ നമ്മൾ ലക്ഷ്യത്തിലെത്തില്ല. അതുകൊണ്ട് നമ്മൾ എങ്ങനെ പോകണം, ഇങ്ങനെ പോകണം എന്നൊക്കെയാണ് തീരുമാനിച്ചിരിക്കുന്നതെങ്കിലും ആ സമയത്തുണ്ടാവുന്ന ചില ഇടപെടലുകൾ നമ്മളെ ബാധിക്കുന്നത് കൊണ്ട് നമ്മളെ ലക്ഷ്യസ്ഥാനത്തേക്ക് എത്തിച്ചേരുന്നില്ല. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും നമുക്കെന്താ, എടുത്ത തീരുമാനം നടപ്പിലാക്കാൻ പറ്റാത്തത് കൊണ്ട് ഭയങ്കര സങ്കടം വരുന്നു, നിരാശ വരുന്നു, വിഷാദം വരുന്നു, അതെല്ലാം ഇങ്ങനെ അതായി വരുന്നു. അങ്ങനെ പരിപൂർണത നേടാൻ കഴിയാത്തതിനാൽ നമ്മൾ പെട്ടെന്ന് രോഷാകുലരാകുന്നു, ദേഷ്യം പിടിക്കുന്നു. കാരണം നമ്മൾ വിചാരിച്ച പോലെ അല്ല കാര്യങ്ങൾ നടക്കുന്നത്. അതങ്ങനെ നടത്താനും പറ്റില്ല, കാരണം അങ്ങനെയല്ല ചുറ്റുവട്ടത്ത് നടക്കുന്നത്. ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങൾ നമ്മുടെ ബ്രെയിനിനെ വല്ലാതെ സ്വാധീനിക്കുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ വിചാരിച്ചതുപോലെ കാര്യങ്ങൾ നടത്താനും പറ്റുന്നില്ല. ഇവിടെയാണ് നമ്മൾ നമ്മളോട് തന്നെ ചുരുങ്ങിയ പക്ഷം കുറച്ചെങ്കിലും സൗഹൃദത്തോടെ പെരുമാറാൻ കൃത്യമായി ആരംഭിക്കേണ്ടത്. നമ്മൾ എത്രമാത്രം ശ്രമിച്ചാലും പരിപൂർണത എത്തിയില്ലെങ്കിൽ പോലും നമ്മൾ പുറമേക്കുള്ള നോട്ടത്തിനോടൊപ്പം തന്നെ നമ്മൾ അകത്തോട്ടും കൂടി നോക്കാനുള്ള ഒരു ശ്രമം നടത്താൻ തുടങ്ങി ആൽക്കഹോളിക്സ് അനോണിമസ് വന്നപ്പോൾ. ആൽക്കഹോളിക്സ് അനോണിമസ് വരുന്നതിന് മുമ്പ് ഫുള്ള് നോട്ടം പുറത്തേക്കായിരുന്നു. ഞാൻ ആരാണ്, ഞാൻ എന്താണ്, എൻ്റെ ചിന്ത എങ്ങനെയാണ്, എൻ്റെ വികാരം എന്താണ്, എപ്പോഴാണ് എനിക്ക് വികാരം ഉണ്ടാകുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നേരത്തെ നോക്കിയിട്ടില്ല. പക്ഷെ ആൽക്കഹോളിക്സ് അനോണിമസ് വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങി. ഒരു കുട്ടിയോടോ അല്ലെങ്കിൽ അംഗവൈകല്യമുള്ള വ്യക്തിയോടോ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നാം ശഠിക്കാറില്ലല്ലോ. അതുപോലെ രോഗമോചനം പ്രാപിച്ചു വരുന്ന മദ്യാസക്തൻ എന്ന നിലയിലും നമ്മൾക്കും നമ്മളിൽ നിന്ന് അത്ഭുതങ്ങളൊന്നും പ്രതീക്ഷിക്കുവാനുള്ള അവകാശമില്ല. ഇവിടെ ഞാൻ അങ്ങോട്ട് മാറി നിന്നിട്ട് ഞാൻ എന്നെ നോക്കുകയാണ്. ഞാൻ തന്നെ രണ്ടാവുന്നു, അല്ലെങ്കിൽ ഞാൻ എന്നെ മുന്നിൽ പ്രതിഷ്ഠിക്കുന്നു, എന്നിട്ട് ഞാൻ എന്നെ സൂക്ഷിച്ചു നോക്കുന്നു. അപ്പൊ എന്നിൽ നിന്നും എനിക്ക് വലിയ അത്ഭുതങ്ങളൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. ഏതുപോലെ അതിനാണ് നേരത്തെ പറഞ്ഞത്, ആരോടില്ല, അംഗവൈകല്യമുള്ള വ്യക്തിയോടോ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിനപ്പുറമായ, ഒരു കുട്ടിക്കോ അല്ലെങ്കിൽ വൈകല്യമുള്ള വ്യക്തിക്കോ അവർക്ക് ചെയ്യാൻ കഴിയുന്നതിന് അപ്പുറമായ കാര്യങ്ങൾ ചെയ്യണമെന്ന് നാം ശഠിക്കാറില്ലല്ലോ. അപ്പോൾ ഒരു തരം രോഗം ബാധിച്ച് അതിൽ നിന്ന് മുക്തി പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് നമ്മളിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിക്കാവുന്നതിന് ഒരു ലിമിറ്റ് ഉണ്ട്. ഒരു പരിപൂർണതാവാദി ആവാൻ ഞാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് നടക്കില്ല. എല്ലാ കാര്യവും ശരിയായ രീതിയിൽ നടത്തണം എന്ന് വിചാരിച്ചാൽ നടക്കില്ല. കാരണം ഞാൻ ഒരു മദ്യാസക്തി രോഗിയായിരുന്നതിനാലും എൻ്റെ മനസ്സ് വളരെയധികം എന്താ പറയുക, വികലമായ ചിന്ത കൊണ്ട് നിറഞ്ഞതായിരുന്നതിനാലും എന്നിൽ നിന്ന് എനിക്ക് ഏറ്റവും നല്ല പ്രകടനം പ്രതീക്ഷിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അത് പെട്ടെന്ന്, അത് സ്വമേധയാ പിന്നീട് അത് വരാനുള്ള സാധ്യതയുമുണ്ട്.
ചൊവ്വാഴ്ച തന്നെ സുഖപ്പെടാനുള്ള തിടുക്കത്തിലാണ് നമ്മൾ. എന്ന് വെച്ചാൽ നമ്മൾ കുടി നിർത്തിയതിന്റെ അന്ന് അല്ലെങ്കിൽ പിറ്റേ ദിവസം തന്നെ ഞാൻ നന്നായി അല്ലെങ്കിൽ എനിക്ക് നന്നാവണം എന്ന ഒരു തിരക്ക് കൂട്ടാൻ പാടില്ല. എന്നാൽ ബുധനാഴ്ചയായിട്ടും പൂർണ്ണമായും സുഖപ്പെടാതിരിക്കുന്നത് കാണുമ്പോൾ സ്വയം പഴിചാരാൻ ആരംഭിക്കുന്നു. ഒരു കുറച്ച് ദിവസം കഴിയുമ്പോഴേക്കും എന്താ ഇത് കുടിക്കാതിരുന്നിട്ടും വലിയ കാര്യമൊന്നുമില്ല എന്ന് പറഞ്ഞ് നിരാശനായി പോകുന്ന ആൾക്കാരുണ്ട്. ഞാനിപ്പോ 1 മാസമായല്ലോ കുടി നിർത്തിയിട്ട്, എന്നിട്ടിപ്പോ എന്താ ഗുണമുണ്ടായത്? ഒരു ഗുണം ഉണ്ടായില്ല എന്ന് വിചാരിക്കുന്ന ആൾക്കാരുണ്ട്. റിലാപ്സ് ആയി പോയ ആൾക്കാരുണ്ട്. കുടിക്കാതിരിച്ചു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ഗുണം പെട്ടെന്ന് ഈ കിട്ടണമെന്ന് വിചാരിക്കുന്നു. എല്ലാവരും എന്നോട് സ്നേഹത്തോടു കൂടി പെരുമാറണം വിചാരിക്കുന്നു, കിട്ടൂല. എൻ്റെ സാമ്പത്തിക നില ശരിയാവണമെന്ന് വിചാരിക്കുന്നു, അതും കിട്ടാൻ സാധ്യല്ല. ജോലി ശരിയായി ചെയ്യാൻ കഴിയുമെന്ന് വിചാരിക്കുന്നു, അതും നടന്നോളുന്നില്ല. അപ്പൊ നമ്മൾ പെട്ടെന്ന് വിചാരിക്കുന്ന പല കാര്യങ്ങളും കിട്ടിക്കൊള്ളണം എന്നില്ല. അതുകൊണ്ട് നിരാശനായി വീണ്ടും കുടിക്കാൻ പോവരുത് എന്നാണ് പറഞ്ഞതിന്റെ ചുരുക്കം. അതിന് ഇനിയും കാലതാമസം എടുക്കും. മാനസികമായി അല്പം പിന്നിലേക്ക് മാറി നമ്മളാൽ ആവുന്നത്ര വസ്തുനിഷ്ഠമായി നമ്മളെ തന്നെ നോക്കിക്കാണാനുള്ള ഏറ്റവും നല്ല അവസരം ഇതാണ്. നമ്മളെ, ഞാൻ പറഞ്ഞല്ലോ, ഞാൻ എന്നോട് സംസാരിക്കുക, ഇതൊരു വലിയ ഒരു എന്താ പറയാ ഒരു സ്റ്റെപ്പാണ്. അതിന് കഴിഞ്ഞ ദിവസം ഒരു പരിപാടിക്ക് പോയിട്ട് ഞാനൊരു മെഡിറ്റേഷൻ സംഘടിപ്പിച്ചു. മെഡിറ്റേഷൻ നടത്തിയ മെഡിറ്റേഷൻ ഒക്കെ നടന്നു കഴിഞ്ഞ് കുറേ നേരം ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഞാൻ എന്നോട് സംസാരിക്കാൻ തുടങ്ങുന്നു. ഞാൻ ഇങ്ങോട്ട് മാറി നിൽക്കുന്നു. എന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു, അല്ലെങ്കിൽ ആ ഒരു ചോദ്യത്തിന് ആണ് യഥാർത്ഥത്തിൽ ഈശ്വരനും ഞാനുമായിട്ടുള്ള ഒരു സംവാദം എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നുകിൽ മുന്നിൽ ഈശ്വരൻ എന്നോട് ചോദിക്കുന്നു, ഞാൻ മറുപടി പറയുന്നു. അതല്ലെങ്കിൽ ഞാൻ മാറി നിന്നിട്ട് ഞാൻ എന്നോട് ചോദിക്കുന്നു. എന്നിലെ പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന് അറിയാവുന്നത് ഞാൻ മാത്രമാണ്. അതുകൊണ്ട് ഞാൻ എന്നോട് സംവദിക്കുന്ന ഒരു പ്രോസസ്സ് ചെയ്യുക എന്നുള്ളതാണ്. കുറച്ച് പ്രയാസമുള്ളതാണ്. എളുപ്പത്തിൽ പറഞ്ഞാൽ അത് എത്ര ആൾക്കാർക്ക് ക്ലിയർ ആവുമെന്ന് അറിയില്ല. ഏതായാലും അതൊരു ഫുൾ നമ്മൾ മൈൻഡ് ഏകാഗ്രതയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ, ശ്വാസത്തിലേക്ക് നമ്മൾ ശ്രദ്ധ കൊണ്ടുവന്നു, നമ്മുടെ ശരീരത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു, മനസ്സിലേക്ക് ശ്രദ്ധ കൊണ്ടുവന്നു, അങ്ങനെ എല്ലാം കൊണ്ടുവന്ന് കഴിഞ്ഞാൽ എനിക്ക് എന്നോട് സംസാരിക്കാൻ പറ്റും. ഞാൻ എൻ്റെ പേര് വിളിച്ച് എന്നോട് പറയും വിജയ എന്ന് പറഞ്ഞ് എന്നോട് ചോദിക്കുക. അപ്പം ഞാൻ അവിടെ നിന്ന് മറുപടി, ഞാൻ തന്നെ രണ്ടാളായിട്ട് മറുപടി പറയുന്ന ഒരു ഘട്ടത്തിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ പറ്റും. അതുകൊണ്ട് നമ്മളെ തന്നെ നോക്കിക്കാണാനുള്ള ഏറ്റവും നല്ല അവസരം ഇതാണ്. ആൽക്കഹോളിക്സ് അനോണിമസിൽ വന്നതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഉള്ളിലേക്ക് നോക്കാൻ തുടങ്ങിയത്. രോഗിയായ ഒരു സ്നേഹഭാചനമോ സുഹൃത്തോ സൗഖ്യപ്പെടലിൻ്റെ വേഗതയില്ലായ്മയിൽ നിരാശപ്പെട്ട് മരുന്നുകൾ കഴിക്കാൻ വിസമ്മതിച്ചാൽ നമ്മൾ എന്താണ് ചെയ്യുക? അപ്പോൾ വേറെ ഒരാള്, ഒരു രോഗി വിഷമിക്കുകയാണ്, രോഗം മാറുന്നതിന് മുമ്പ് മരുന്ന് കഴിക്കുന്നില്ല, മരുന്ന് കഴിക്കുന്നത് നിർത്തുകയാണെന്ന് പറഞ്ഞാൽ ആ രോഗിയോട് എന്താണ് ഞാൻ പറയുക? ആ പറച്ചിൽ ഞാൻ എന്നോട് പറയും, നീ പേടിക്കണ്ട, നിന്റെ കൂടെ ഞാനുണ്ട്, നീ ഏതായാലും നിനക്ക് ഇത്ര ദിവസം കൂടി നീ ക്ഷമിക്കുക, എന്നിട്ട് അങ്ങനെ ചെയ്യേ ഇങ്ങനെ ചെയ്യേ എന്ന് ഞാൻ എന്നോട് സംസാരിക്കുന്നു. എനിക്ക് പെട്ടെന്നൊരു നേട്ടം ഉണ്ടായിട്ടില്ല, സാരമില്ല, പോട്ടെ, ശരിയാവും, ഒരുപാട് അങ്ങനെ ശരിയായിട്ടുണ്ട് എന്ന് ഞാൻ എന്നോട് പറയുന്നു. അപ്പൊ ഏറ്റവും അധികം എന്നെ സമാധാനിപ്പിക്കാൻ, എന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്ന ഒരേ ഒരാള് ഞാൻ തന്നെയാണ്. ആ ഒരു സംവാദത്തിന് നമ്മൾ എന്താ പറയാ മുതിരുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. മുമ്പൊരാൾ പറഞ്ഞൊരു കാര്യമുണ്ട്, നമ്മളെ അഭിനന്ദിക്കണമെന്ന്, ആൾക്കാർ അഭിനന്ദിക്കണമെന്ന് നമ്മൾ ഒരുപാട് ആഗ്രഹിക്കുന്നു. പക്ഷേ അത് നമ്മൾ എത്ര ചെയ്താലും അത്
കിട്ടാനുള്ള സാധ്യത വളരെ കുറവാണ്. അപ്പോൾ നിങ്ങൾ നേരെ നിൽക്കുക, ഒരു കൈ മുകളിലേക്ക് ഉയർത്തുക, എന്നിട്ട് അത് പുറകോട്ട് വളച്ച് പുറത്ത് 2 അടി അടിച്ചിട്ട് വെൽ ഡൺ ബോയ് എന്ന് പറയുക. ഞാൻ എന്നെ അഭിനന്ദിക്കുക. ആർക്കും ചെയ്യാൻ പറ്റാത്ത കാര്യമാണ് നീ ചെയ്തത് എന്ന് പറഞ്ഞ് എൻ്റെ പുറത്ത് ഞാൻ തന്നെ തട്ടി എന്നെ അഭിനന്ദിക്കുക എന്ന് പറഞ്ഞ ഒരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. മിക്കവാറും അതാണ് നമുക്കും ചെയ്യേണ്ടി വരിക. നമ്മൾ ചെയ്യുന്ന നല്ല പ്രവൃത്തികളുടെ നെഗറ്റീവ് കാണാനാണ് പലപ്പോഴും സമൂഹത്തിന് താല്പര്യമുള്ളത്. അതുകൊണ്ട് നമ്മൾ ചെയ്ത നല്ല കാര്യങ്ങളൊന്നും ആരും പറഞ്ഞുകൊള്ളുന്നില്ല. ഞാൻ എന്നോട് സംവദിക്കുമ്പോൾ പറയേണ്ടത് ഞാൻ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കുറിച്ചാണ്. കുടി നിർത്താൻ നീ എടുത്ത തീരുമാനമാണ് ഈ ലോകത്തെ ഏറ്റവും എന്താ പറയാ ഭയങ്കര ആയിട്ടുള്ള ഒരു തീരുമാനം എന്ന് ഞാൻ എന്നോട് സംസാരിക്കുക. പലർക്കും കഴിയാത്ത ഒരു കാര്യമാണ് നീ ചെയ്തത്. അതുകൊണ്ട് മരുന്ന് കഴിക്കാൻ വിസമ്മതിക്കുന്ന ഒരു രോഗിയോട് എന്ത് ചെയ്യുന്നോ അതുപോലെ ഞാൻ എന്നോട് ചെയ്യുക. കനത്ത മദ്യപാനം ശരീരത്തിന് മാരകമായ ക്ഷതമേൽപ്പിക്കുന്നുവെന്നും അത് സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കുമെന്നുള്ള കാര്യം ഓർത്തിരിക്കുന്നത് സഹായകരമാകും. അതായത് ശരീരത്തിന് മാരകമായ ക്ഷതമേൽപ്പിക്കുന്നെന്നും അത് സൃഷ്ടിക്കുന്ന അവസ്ഥയിൽ നിന്ന് മോചനം നേടാൻ വർഷങ്ങളോ മാസങ്ങളോ വേണ്ടി വരും. അതായത് കുടി അങ്ങ് നിർത്തിക്കഴിഞ്ഞ് അതിൻ്റെ പിറ്റേ ദിവസം മുതൽ ഇയാൾ ഒരു കുടിക്കാത്ത ഒരാളായി മാറി എന്ന് വിചാരിക്കും സമൂഹം. ബാക്കിയുള്ള വീട്ടിലുള്ളവരും വിചാരിക്കും ഇയാൾ ഇന്നലെ വരെ കുടിക്കുമായിരുന്നു, ഇന്ന് മുതൽ അയാൾ കുടിക്കുന്നില്ല. അപ്പൊ ഈ കുടിച്ചോണ്ടിരുന്ന നമ്മൾ കുടിക്കാതിരിക്കുന്നതും ഒരിക്കൽ പോലും കുടിക്കാത്ത ഒരാളും തമ്മിലാണ് പലപ്പോഴും കമ്പാരിസൺ നടക്കുക. ഇയാളും കുടിക്കുന്നില്ല, അയാളും കുടിക്കുന്നില്ല, ഇയാൾ ഇന്നലെ വരെ കുടിച്ചിരുന്നു. പക്ഷെ ഇവര് തമ്മിലുള്ള ഒരു വലിയ വ്യത്യാസം അത് സമൂഹത്തിന് ഫീൽ ചെയ്യുന്നില്ല എന്നുള്ളതാണ്. സമൂഹമല്ല, ആരും, വീട്ടുകാർ പോലും അത് അറിയുന്നില്ല. കാരണം ഇയാൾ ഇത്രയും കാലം കുടിക്കുകയായിരുന്നു, കുടിയിൽ നിന്ന് മാറി നിന്ന ഒരവസ്ഥയാണെന്നുള്ളത് മനസ്സിലാക്കും. അപ്പൊ അത് അയാള് ശരിക്കും ഒരു മോചനം നേടി വരണമെങ്കിൽ ഒരു ദിവസമോ 2 ദിവസമോ ഒന്നും പോരാ. ചിലപ്പോൾ മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം അയാൾക്ക് ഒരു കുടിക്കാത്ത രീതിയിലുള്ള ഒരു മനുഷ്യനായി ജീവിക്കാൻ. മാസങ്ങളോ വർഷങ്ങളോ വേണ്ടി വന്നേക്കാം. കാരണം ഒരു മദ്യാസക്ത മനസ്സുമായിട്ടാണ് അയാള് ജീവിക്കുന്നത്. ഇപ്പൊ കുടിക്കുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ആരും തന്നെ, മിക്കവാറും ഒരു വ്യക്തി പോലും ഏതാനും ആഴ്ചകൾക്കകം മദ്യപാന രോഗിയായി മാറുന്നില്ല. അതുപോലെ തന്നെ ഒരു മാന്ത്രിക നിമിഷത്തിൽ നമ്മൾക്ക് ആ രോഗത്തിൽ നിന്നും മോചനം നേടാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കേണ്ടതില്ല. ഇത് അങ്ങോട്ട് എങ്ങനെയാണോ പോയെ അതേപോലെ തന്നെ ഇങ്ങോട്ടും വരുള്ളൂ. നമുക്കറിയാം, നമ്മൾ കുടിക്കുന്ന കാലത്ത് കുടിക്കാൻ തുടങ്ങിയപ്പോൾ 1 പെഗ് ആദ്യം അടിച്ചു. കുറേ കാലം കഴിഞ്ഞപ്പോഴാണ് 2ാമത്തെ പെഗ് 1.5 ആക്കി. പിന്നെ കുറെ കാലം കഴിഞ്ഞപ്പോഴാണ് 2 ആക്കിയത്. അത് ചിലപ്പം 10ഓ 18ഓ വയസ്സിലായിരിക്കും. പിന്നെ 2 അത് കുറച്ച് 2.5 ആക്കി, 3 ആക്കി. പിന്നെ അത് കപ്പാസിറ്റി കൂടി എന്നുള്ള ചിന്ത കൊണ്ട് 4 ആക്കി, 4.5 5 ആക്കി. അങ്ങനെ വളരെ കാലം കൊണ്ടാണ് ഈ 5 പെഗൊക്കെ ആയത്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ എനിക്ക് തോന്നുന്നത് എനിക്കൊരു 10-20 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ്, 15 വർഷമൊക്കെ കഴിഞ്ഞപ്പോഴാണ് എന്ന് തോന്നുന്നു ഈ 5 പെഗൊക്കെ ആയത്. അതുവരെ 3ഉം 4ഉം പെഗൊക്കെ കുടിച്ചുകൊണ്ടിരുന്നത് വളരെ ഗ്രാജ്വലി ആയിരുന്നു ഇൻക്രീസ്. അവസാനത്തെ 4 വർഷം എത്തിയപ്പോഴാണ് അത് 5ഉം 6ഉം 7ഉം ഒക്കെ അങ്ങ് ആവാനുള്ളത് അവസാനത്തെ കാലഘട്ടത്തിൽ. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ ഒരു പുരോഗതി എന്ന് പറയുന്നത് വളരെ സ്ലോലി ആയിരുന്നു. അപ്പോൾ അതേപോലെ തന്നെയാണ് അതിൻ്റെ തിരിച്ചു പോക്കും. നമ്മളൊരു 10 പെഗ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് നിർത്തി കഴിഞ്ഞാൽ പിറ്റേ ദിവസം രാവിലെ മുതൽ നമ്മൾ ഈ ഇതുപോലെ രോഗിയല്ലാത്ത ഒരാളായിട്ട് വരുന്നില്ല. അതുകൊണ്ട് ഒരു മാന്ത്രിക നിമിഷത്തിൽ നമ്മൾക്ക് ആ രോഗത്തിൽ നിന്ന് മോചനം നേടാൻ കഴിയുമെന്നും പ്രതീക്ഷിക്കാനാവില്ല. പെട്ടെന്ന് അത് മാറില്ല. ഒരു എന്താ പറയുക, സഡൻ ബ്രേക്ക് പോലെ ആവുന്നില്ല. ഇതേപോലെ എങ്ങനെയാണോ അങ്ങോട്ട് കയറിയത് അതേപോലെയാണ് ഇങ്ങോട്ടും തിരിച്ചും വരാനുള്ള സാധ്യത. ഇനി നല്ല ശ്രമം നടത്തുകയാണെങ്കിൽ അത്ര അധികം കാലയളവ് വേണ്ടി വരികയില്ല എന്ന് മാത്രം. അതിന് നമുക്ക് ആൽക്കഹോളിക്സ് അനോണിമസ് എത്രയോ നന്നായി സഹായിക്കുന്നുണ്ട്.
കുറച്ചും കൂടി സ്പീഡ് കൂട്ടാൻ, റിക്കവറിയുടെ വേഗത വർദ്ധിപ്പിക്കാൻ നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസിലെ കൂട്ടായ്മ തീർച്ചയായിട്ടും സഹായിക്കുന്നുണ്ട്. അത് എത്ര മീറ്റിംഗ് ആണോ, എത്ര കൂട്ടായ്മയിലാണോ നമ്മൾ പങ്കെടുക്കുന്നത്, അത്രയും നമുക്ക് ഇതിൻ്റെ സ്പീഡ് കൂടും. നിരുത്സാഹപരമായ ചിന്തകൾ വരുമ്പോൾ നമ്മൾ സ്വയം പ്രോത്സാഹിപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഈ പുറത്ത് തട്ടിയിട്ടൊന്ന് അഭിനന്ദിക്കാന്ന് പറഞ്ഞു. സ്വയം തൂളിൽ തട്ടി ഒന്ന് അഭിനന്ദിക്കുന്നതോ അതുവരെ നേടിയ പുരോഗതിയെ അമിതാഹ്ലാദമോ അപകടകരമായ അഹങ്കാരമോ ഇല്ലാതെ അഭിവാദ്യം ചെയ്യുന്നതോ വളരെ ഉത്തേജകമായ മരുന്നാണെന്ന് ഞങ്ങളിൽ നിരവധി പേർ കണ്ടെത്തിയിട്ടുണ്ട്. അതുവരെ നേടിയ പുരോഗതിയെ അമിത ആഹ്ലാദമോ അപകടകരമായ അഹങ്കാരമോ ഇല്ലാതെ അഭിവാദനം ചെയ്യും. അപ്പോൾ നമുക്ക് മദ്യപാനം നിർത്തിയതിന് ശേഷമുള്ള നേട്ടങ്ങളുണ്ടാവും. ആ നേട്ടങ്ങളെ നമ്മൾ കാണണം. എനിക്ക് ഇത്ര മാത്രം ഗുണമുണ്ടായിരുന്നു. ആ ചിന്തയ്ക്ക് തന്നെ രണ്ട് കാര്യം വരാം. അഹങ്കാരവും വരാം, അമിത ആഹ്ലാദവും വരാം. ഇത് രണ്ടും വരാനും പാടില്ല. ഞാന് കൂടി നിർത്തി ഇപ്പോൾ 2 കൊല്ലത്തിന് അല്ലെ 1 കൊല്ലത്തിനിടയ്ക്ക് എനിക്ക് ഇത്ര സംഗതി എനിക്ക് നേടിയെടുക്കാൻ കഴിഞ്ഞു എന്ന് ഞാൻ ഷെയർ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും അതില് ഈ 2 സാധനങ്ങൾ അതിൻ്റെ അകത്ത് വരാൻ പാടില്ല. ഭയങ്കരമായ സന്തോഷവും ഇപ്പൊ ലോട്ടറി കിട്ടുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഭയങ്കരമായ സന്തോഷമുണ്ടല്ലോ, അതുപോലെ അതോ അല്ലെങ്കിൽ അഹങ്കാരമോ, എനിക്കിത് നേടിയെടുക്കാൻ കഴിഞ്ഞത് അഹങ്കാരമോ ഉണ്ടാവാൻ പാടില്ല. അത് രണ്ടും നമ്മളെ അപകടത്തിലേക്ക് നയിക്കുന്നതാണ്. വിലയിരുത്തുക. കഴിഞ്ഞ 24 മണിക്കൂറിൽ മദ്യപിക്കുന്നതിൽ നിന്ന് നമ്മൾ ഒഴിഞ്ഞു നിന്നോ? അത് സത്യസന്ധമായ ആത്മപ്രശംസ അർഹിക്കുന്ന കാര്യമാണ്. നമ്മൾ നമ്മളെ ശരിക്കും വിലയിരുത്തുന്നു. ഈ കഴിഞ്ഞ 24 മണിക്കൂർ നേരം ഞാൻ എന്ത് ചെയ്യണം എന്നിട്ട് ഇങ്ങനെ ആണ് തീരുമാനിക്കേണ്ടത്. ഇന്നത്തെ ജീവിതം എന്നെ എന്തു പഠിപ്പിച്ചു? എൻ്റെ വളർച്ചയ്ക്ക് ഇന്ന് എന്നിൽ എന്ത് പ്രവൃത്തിയാണ് ഉണ്ടായത്? ഇന്നലത്തേക്കാൾ മെച്ചപ്പെട്ട രീതിയിലാണോ ഇന്ന് ഞാൻ ജീവിച്ചത്? അങ്ങനെയെങ്കിൽ നാളെ ജീവിക്കാൻ, ഇന്നത്തേക്കാൾ മെച്ചപ്പെടാൻ ഞാൻ നാളെ എന്താണ് ചെയ്യേണ്ടത്? ഇതാണ് വിലയിരുത്തൽ. ഇന്നലത്തേക്കാൾ ഞാൻ മെച്ചപ്പെട്ടോ? എന്തൊക്കെ മെച്ചപ്പെട്ടത്? ഇനി ഞാൻ നാളത്തേക്ക് എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള രീതിയിൽ ഇന്നത്തെ ദിവസം എന്നെ എന്ത് കാര്യമാണ് പഠിപ്പിച്ചത്? എൻ്റെ അനുഭവം എന്നെ എന്ത് പഠിപ്പിച്ചു? അങ്ങനെ ഞാൻ ഓരോ ദിവസവും ലേൺ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ, പഠിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ നമ്മളുടെ ജീവിതത്തിലെ കടന്നു പോകുന്ന മിക്കവാറും എല്ലാ ഘടകങ്ങളിലൂടെയും നമുക്ക് കടന്നു പോകാൻ കഴിഞ്ഞാൽ നമ്മൾ കുറേ അധികം വളർന്നിട്ടുണ്ടാവും. അപ്പൊ അതുകൊണ്ട് നമ്മൾ ശരിയായ രീതിയിലാണ് ആഹാരം കഴിച്ചുവോ? ഇന്നത്തെ ചുമതലകൾ നിറവേറ്റാൻ പരിശ്രമിച്ചുവോ? ചുരുക്കത്തിൽ ഇന്ന് നമുക്ക് ചെയ്യാൻ കഴിയുന്നവയെല്ലാം കഴിവിന്റെ പരമാവധി ഉപയോഗിച്ച് ചെയ്തുവോ? അങ്ങനെ കാര്യങ്ങൾ നടന്നുവെങ്കിൽ അത്രയും നന്നായി എന്ന് നമ്മൾക്ക് പ്രതീക്ഷിക്കാം. അപ്പം വിചാരിച്ച കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ? പ്ലാൻ ചെയ്ത കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിഞ്ഞോ? ആരോടെങ്കിലും മോശമായിട്ട് പെരുമാറിയോ? അല്ലെങ്കിൽ പെട്ടെന്ന് വികാരം പ്രകടിപ്പിക്കേണ്ട ഏതെങ്കിലും സമയത്ത് എനിക്ക് സംയമനം പാലിക്കാൻ കഴിഞ്ഞോ? ഞാനിന്ന് സംയമനം പാലിച്ചൊരു വലിയ സംഭവമുണ്ട്. ഞാൻ വിഷയം ഷെയർ ചെയ്യുന്നില്ല. ഏതായാലും വീട്ടിലാണ് സംഭവം. സാധാരണ ഗതിക്കാണെങ്കിൽ ഒന്ന് ചൂടാവേണ്ട ഒരു സംഗതിയായിരുന്നു. സാരമില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഏറ്റിട്ട് എന്താ പറയാ പോന്നപ്പോ ഞാൻ എന്നെ ഒന്ന് അഭിനന്ദിച്ചു, മിടുക്കൻ എന്ന്. ഒരു എന്താ പറയാ ഒരു സംഗതി, പ്രധാനപ്പെട്ട ഒരു സംഗതി നഷ്ടപ്പെട്ടു. അത് ഒരു അശ്രദ്ധ മൂലമാണ്, ഭാര്യയുടെ ഒരു അശ്രദ്ധ മൂലമാണ് അത് നഷ്ടപ്പെട്ടത്. അപ്പൊ അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞു എന്നുള്ള വിവരം അറിഞ്ഞപ്പോൾ സാരമില്ല പോട്ടെ എന്ന് പറഞ്ഞ് സമാധാനിച്ച് അവിടെ നിന്ന് പോകുന്നതാണ്. അതേസമയം നീ ഇത് കണ്ടില്ലായിരുന്നോ? നീ എവിടെ നോക്കിയാണ് കൊണ്ടുവച്ചത്? ഇങ്ങനെയാണോ കൊണ്ടുവെക്കുന്നത്? സാധനം പോകുന്നുള്ള വിവരം അറിയില്ലായിരുന്നോ എന്ന് പറഞ്ഞ് ചൂടാവേണ്ട ഒരു സമയവും സ്ഥലമായിരുന്നു. ഞാൻ ഒന്നും ചെയ്തില്ല.
മാത്രമല്ല ആ സാരല്ല പോട്ടെ, നമുക്ക് ഒന്നും പറഞ്ഞിട്ട് അവിടുന്ന് തിരിച്ചു മറ്റത് പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. നേരത്തെ പറഞ്ഞ ഡയലോഗാണ് അവിടെ പറയാൻ വരേണ്ടത്. അത് പറഞ്ഞത് കൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് ഒരു കാര്യമില്ല, വഴക്ക് കൂടുക എന്നുള്ളതല്ലാതെ അത് ഏതായാലും പോകാനുള്ള പോയി, ഇനി വഴക്ക് കൂടിയിട്ട് ഒരു കാര്യമില്ലല്ലോ. അപ്പോൾ സാരമില്ല എന്ന് പറയുകയാണ് ഏറ്റവും നല്ല മാർഗം. അങ്ങനെ പറയണമെങ്കിൽ കുറേ ശ്രമം നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ പറയാൻ പറ്റിയത്. അതുകൊണ്ടാണ് ഞാൻ ഷെയർ ചെയ്തത്. അങ്ങനെ മെച്ചപ്പെട്ടു. ഈ ഒരു മേഖലയിൽ മുമ്പുണ്ടായിരുന്ന പ്രകടനത്തെക്കാൾ കുറച്ചും കൂടി മെച്ചപ്പെട്ടിട്ടുണ്ട് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഞാനിത് പങ്കുവെക്കുന്നതിലൂടെ ഇത് ഞാൻ ഉറപ്പിക്കുകയും കൂടി ചെയ്യുന്നു. ഇതുപോലെ എനിക്കിഷ്ടപ്പെടാത്ത രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരാളുടെ ആബദ്ധം കാരണം ഉണ്ടാകുന്ന നഷ്ടങ്ങളിൽ നമ്മൾ കയറി പ്രതികരിച്ചിട്ട് കാര്യമില്ല. അവിടെ സംയമനത്തോടു കൂടിയാണ് പെരുമാറേണ്ടതെന്നുള്ള വിവരം മനസ്സിലായി. അതാണ് ഇന്നത്തെ ഒരു സംഗതി. അപ്പോൾ അതുകൊണ്ട് ഞാൻ എന്നെ വിലയിരുത്തുന്നു, എൻ്റെ കഴിവിൻ്റെ പരമാവധി വെച്ച് ചെയ്തുവോ, അങ്ങനെ കാര്യങ്ങൾ നടന്നുവെങ്കിൽ അത്രയും നന്നായി എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പം നമ്മൾ ഇന്നത്തെ ദിവസം വിലയിരുത്തുന്നു, എന്നിൽ എന്ത് വളർച്ചയാണ് ഉണ്ടായത്. പുറമേ നിന്നുള്ള ഇടപെടലുകൾ എൻ്റെ തീരുമാനത്തെ എങ്ങനെ ബാധിക്കുന്നു. പലപ്പോഴും എൻ്റെ ഇമോഷനെ കൺട്രോൾ ചെയ്യുന്നത് ഞാനാണോ അതോ ബാഹ്യശക്തിയാണോ? ഞാൻ കണ്ട കാര്യങ്ങളാണോ കേട്ട കാര്യങ്ങളാണോ അങ്ങനത്തെ പുറമേ നിന്ന് വന്ന കുറേ സംഗതികളാണോ എൻ്റെ ദേഷ്യവും സങ്കടം ഭയം ഇത് എന്നിലുണ്ടാക്കാൻ വേണ്ടി എന്നിലുണ്ടാക്കിയതിൻ്റെ ഉത്തരവാദിത്വം എനിക്കാണോ അതോ പുറമേ നിന്നുണ്ടായ സംഭവങ്ങൾക്കാണോ? പുറമേ നിന്നുള്ള സംഭവങ്ങളാണ് എന്നെ നിയന്ത്രിക്കുന്നതെങ്കിൽ അവിടെ ഞാൻ ഇനിയും വളരാറുണ്ട്. കണ്ട കാഴ്ച, കേട്ട കാര്യം, അല്ലെങ്കിൽ കേട്ട വാക്ക്, നമ്മൾ ചെയ്ത കാര്യം, ഇതാണോ നമ്മളുടെ മനോനിലയെ നിയന്ത്രിക്കുന്നത് അതോ ഞാനാണോ? അപ്പൊ ഞാൻ കുറച്ചും കൂടി വളരേണ്ടതുണ്ട്. എൻ്റെ ഒരു മനസ്സിനെ നിയന്ത്രിക്കാൻ കുറച്ചും കൂടി ഞാൻ വളരേണ്ടതുണ്ട് എന്നൊക്കെ തീരുമാനിക്കും. അതാണ് വിലയിരുത്തുന്നത്. ചിന്തയിലോ പ്രവൃത്തിയിലോ അല്പം പിന്നോക്കം പോയിരുന്നേക്കാം. അതുകൊണ്ട് എന്താണ്, നമ്മൾ പരിപൂർണരല്ലല്ലോ. അപ്പൊ നമ്മൾ പരിപൂർണരല്ല എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് വിട്ടുകളയല്ല വേണ്ടേ. ചില ആൾക്കാർ പറഞ്ഞേക്കാം, ഇതിന്റെ പുസ്തകത്തിന്റെ ആദ്യത്തെ പേജിൽ പറഞ്ഞൊരു കാര്യമുണ്ട്, സാമാന്യ ബുദ്ധി ഉപയോഗിക്കാന്ന്. എന്നുവെച്ചാൽ നമ്മൾ ഏല് എന്തില്ല, പരിപൂർണതയില്ല എന്നൊരു സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. അതുപോലെ തന്നെ പൂർണ്ണതയല്ല പുരോഗതിയാണ് കാര്യം എന്ന് വേറൊരു സ്ഥലത്തും പറയുന്നുണ്ട്. ഇത് കാണാതെ പഠിച്ച ചില ആൾക്കാർ പറയുന്നുണ്ട്, ഞാൻ കാര്യമായിട്ടൊന്നും ചെയ്യുന്നില്ല. എന്തേ? പറഞ്ഞിട്ടുണ്ട് പരിപൂർണതയല്ല കാര്യം, പരിപൂർണനാവാൻ ആർക്കും കഴിയില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഞാൻ അതിന് ശ്രമിക്കുന്നുമില്ല. അപ്പോൾ അതല്ല, ഈ ഒരു സ്റ്റേറ്റ്മെന്റിനെ ദുർവ്യാഖ്യാനമല്ല ചെയ്യേണ്ടത്, അതിന്റെ സാമാന്യ ബുദ്ധി ഉപയോഗിക്കാൻ വേണ്ട. ഞാൻ പരിപൂർണരല്ല എന്ന് പറയുമ്പോൾ നിരാശപ്പെടാതിരിക്കാൻ വേണ്ടി നമുക്ക് തന്നിട്ടുള്ള ഒരു സംഗതിയാണ്. അതായത് ഞാൻ പെർഫെക്റ്റ് ആയില്ല എന്ന് വെച്ചിട്ട് ഞാൻ സങ്കടപ്പെടേണ്ട കാര്യമില്ല എന്നാണ് അത് ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചിട്ട് ഞാൻ ഇനി ശ്രമിക്കേണ്ടതില്ല എന്നല്ല അതിന്റെ അർത്ഥം. തെറ്റായി അതിനെ വ്യാഖ്യാനിക്കുന്നത്. പരിപൂർണതയുടെ അഭാവത്തെ പറ്റി പരിതപിക്കുന്നതിന് പകരം നമ്മൾ അല്പമായുള്ള പുരോഗതിയിൽ തൃപ്തിപ്പെടേണ്ടതാണ്. ഓക്കെ, അവിടെ പരിപൂർണതയിൽ എത്തിയിട്ടില്ലെങ്കിൽ നമ്മൾ ഇന്നലത്തേക്കാൾ ഇന്ന് കുറച്ചും കൂടി വളർന്നു. ഇത് സാധ്യമാവുന്നത് ആൽക്കഹോളിക്സ് അനോണിമസിലായതുകൊണ്ട് തന്നെയാണ് എൻ്റെ പരമമായ വിശ്വാസം. കാരണം ഞാൻ എന്നെ വിലയിരുത്തി ഞാൻ എന്തുമാത്രം വളർന്നു എന്ന്, ഞാൻ വളർന്നു വെച്ചാൽ എൻ്റെ ശരീരം ഇനി വളരാൻ പറ്റില്ലല്ലോ. എൻ്റെ മനസ്സ്, എൻ്റെ ചിന്ത, എൻ്റെ തീരുമാനങ്ങൾ, എൻ്റെ മനോഭാവം എല്ലാത്തിലും ഞാൻ കഴിഞ്ഞ ദിവസങ്ങളെക്കാൾ മാറിയോ എങ്കിലാണ് ഞാൻ വളർന്നിട്ടുണ്ടാവുക. അപ്പൊ അതിന് നമ്മൾ ഓരോ ദിവസവും എനിക്ക് ഇങ്ങനെ
അവളുടെ സിറ്റുവേഷനിൽ ഇങ്ങനെ പെരുമാറാൻ കഴിഞ്ഞത് എന്നെ കൂടുതൽ സന്തോഷവാനാക്കുന്നു, സംതൃപ്തനാക്കുന്നു. നമ്മളെ തന്നെ ഒന്ന് ആഹ്ലാദിപ്പിക്കുന്നതിന് എന്താണ് ഇപ്പോൾ ചെയ്യാൻ കഴിയുക? മദ്യപിക്കുന്നത് അല്ലാതെ നമ്മൾക്ക് പലതും ചെയ്യാൻ കഴിയും. ഈ ലഘുഗ്രന്ഥത്തിന്റെ ഓരോ ഭാഗത്തും അത്തരം കാര്യങ്ങളെ പറ്റിയുള്ള നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. നമ്മളെ ആഹ്ലാദിപ്പിക്കാൻ വേണ്ടിയാണ് യഥാർത്ഥത്തിൽ നമ്മൾ മദ്യപിക്കാൻ പോയിരുന്നത്. നമുക്ക് നമ്മളെ സന്തോഷിപ്പിക്കാൻ നമ്മൾ കണ്ടെത്തിയിട്ടുള്ള ഒരു മാർഗമാണ് മദ്യപിക്കുക. മദ്യം അകത്ത് ചെന്ന് കഴിഞ്ഞാൽ നമ്മൾ നമ്മളെ സന്തോഷിപ്പിക്കുന്നു. ഒരു പുറമേ നിന്നുള്ള ഒരു സംഗതിയും ഈ അകത്തേക്ക് കയറില്ല. പുറമെ, അതായത് മദ്യപിച്ച് കുറച്ചും കൂടി കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും ഈ എന്താ പറയാ, യഥാർത്ഥത്തിലുള്ള വിശകലന ശേഷി നഷ്ടപ്പെടുന്നത് കൊണ്ട് വരുംവരായികളെ കുറിച്ച് ഒന്നും ചിന്തിക്കാനുള്ള കഴിവ് നഷ്ടപ്പെടുന്നതുകൊണ്ട് ഒരു പ്രത്യേക ഒരു ഉന്മാദ അവസ്ഥയിൽ നടക്കുമ്പോൾ അത് സന്തോഷമാണ് എന്ന് വിചാരിക്കുന്നു. പ്രത്യേകിച്ച് ഒന്നും ചിന്തിക്കുന്നില്ല എന്നുള്ളതാണ് ആ ഒരു അവസ്ഥയുടെ ആനന്ദത്തിന്റെ കാരണം എന്ന് പറയുന്നത്. ശരിക്കും നമ്മളുടെ ആനന്ദമില്ലാത്തതിന്റെ ഒരു കാരണം നമ്മളുടെ ചിന്തയാണ്. എപ്പോഴും ചിന്തയില് ഭയങ്കര അസ്വസ്ഥജനകമായ ചിന്തയാണ് നടക്കുന്നത്. അതുകൊണ്ടാണ് നമുക്ക് സന്തോഷമില്ലാണ്ടായി പോണത്. അപ്പൊ ആ ചിന്ത അങ്ങ് ഒഴിവാക്കി കഴിഞ്ഞാൽ മനസ്സ് ഫ്രീ ആവും. ഇപ്പൊ മദ്യപാനം നമുക്ക് വരുത്തി വെക്കുന്നത് നമ്മളുടെ ചിന്തയെ ബ്ലോക്ക് ചെയ്യലാണ്. അതുകൊണ്ട് ചില കാര്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ കൂടുതൽ കാര്യങ്ങൾ ഉണ്ടാവാം. നമ്മൾ അടുത്തിടെയായി ജീവിതം ആസ്വദിച്ചിരുന്നു. നമ്മൾ വിലയിരുത്തേണ്ട ഒരു കാര്യം ഇതാണ്. അതോ കൂടുതൽ നന്നാവാനുള്ള ശ്രമത്തിൽ മാത്രം ശ്രദ്ധിച്ച് സ്വയം മെച്ചപ്പെടുത്താൻ വേണ്ടി അശ്രാന്തം പരിശ്രമം നടത്തിയിരുന്ന നമ്മൾ ഒരു സൂര്യാസ്തമയം, ഒരു ചന്ദ്രോദയം, ഒരു നല്ല ശാപ്പാട്, ഉത്തരവാദിത്തമുള്ള ചുമതലകളിൽ നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായ അവധിക്കാലം, ഒരു നല്ല തമാശ, അല്പം സ്നേഹം, ഇവയെല്ലാം ആസ്വദിക്കുന്നതിൽ പരാജയപ്പെട്ടോ? അതായത് ഇത് മുമ്പ് ചർച്ച ചെയ്ത ഒരു വിഷയമാണ്. 24 മണിക്കൂർ പദ്ധതി എന്നുള്ള ഭാഗത്ത് നമ്മൾ ഇതിന്റെ ഒരു വശം ചർച്ച ചെയ്തതാണ്. ഇന്നത്തെ ഈ ഓരോ സംഭവങ്ങളെയും അതിന്റെ പോസിറ്റീവ് വശങ്ങൾ കാണാവുന്നതാണ്. ശരിക്കും ഇന്ന് ഈ ഇത്രയും നേരമായപ്പോൾ ഇന്ന് നടന്ന വഴിയും ഇന്ന് സംഭവിച്ച കാര്യങ്ങളും ഇന്ന് കഴിച്ച ഫുഡും എല്ലാ കാര്യവും ഇന്ന് ആൾക്കാർ നിങ്ങളെ വിളിച്ച വിളിയും ഇതെല്ലാം ഇന്നലെ ഞാൻ വിചാരിച്ചതല്ല. ഇന്നലെ ആരും വിചാരിച്ചതല്ല. ഇന്ന് നടന്നുപോയ പല കാര്യങ്ങളും എല്ലാം ഇന്ന് പുതിയതായിരുന്നു. എല്ലാം പുതിയതാണ്. ആ പുതിയത് എങ്ങനെയാണ് കൊണ്ടുപോകേണ്ടതെന്നുള്ള വിവരം നേരത്തെ പഠിച്ചു വെക്കാനും പറ്റില്ല. അതൊക്കെ അതാത് സമയങ്ങളിലാണ് നമ്മൾ കണ്ടെത്തി ചെയ്യുന്നത്. ഇതൊന്നും എന്തല്ല, വേറെ ആള് പറഞ്ഞാല് നമുക്ക് തെറ്റ് പറ്റി പോകുന്ന ഒരു കാര്യം എന്താന്ന് വെച്ചാൽ, ഒന്ന് നമ്മുടെ ക്ലോക്കാണ്. വാച്ച് നമ്മളെ വല്ലാതെ തെറ്റിക്കുന്നു. ഈ ക്ലോക്കിനും വാച്ചിനുമുള്ള പ്രശ്നം എന്താന്ന് വെച്ചാൽ അത് ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യാം. ഈ കലണ്ടറും അതെ, കലണ്ടറും കറങ്ങിക്കൊണ്ടിരിക്കുക ചെയ്യാം. അപ്പൊ ഈ അതായത് ജനുവരി, ഫെബ്രുവരി, മാർച്ച് കഴിഞ്ഞ് ഡിസംബർ കഴിഞ്ഞ് വീണ്ടും ജനുവരിയാണ്. അത് കറങ്ങുകയാണ്. മണിക്കൂറും സൂചിയും ഒക്കെ കറങ്ങുകയാണ്. അപ്പൊ അതിനകത്ത് നമ്മൾ മനസ്സിലാക്കുന്നത് ഇതിങ്ങനെ ജീവിതം എന്ന് പറയുന്നത് രാവിലെ എഴുന്നേറ്റു രാത്രിയായി, വീണ്ടും രാവിലെയായി, വീണ്ടും രാത്രിയായി. അപ്പൊ അതിങ്ങനെ ഈ റിപ്പീറ്റ് ചെയ്ത് വരുന്ന ഒരു സാധനമാണ് ജീവിതം എന്നാണ് നമ്മൾ വിചാരിക്കുന്നത്. പക്ഷെ ജീവിതം നേരെ തിരിച്ചാ. ഒരിക്കലും റിപ്പീറ്റ് ചെയ്യുന്നില്ല. ഈ ക്ലോക്ക് അല്ലെ കലണ്ടർ കാണിക്കുന്ന പോലെ അല്ലല്ലോ ജീവിതം. ജീവിതം എന്ന് പറയുന്നത് നേരെ പോവാണ്, മുന്നോട്ടാണ്. അതൊരിക്കൽ പോലും ഒരു സെക്കൻഡ് പോലും ഒരിടത്ത് നിൽക്കുന്നുമില്ല, തിരിഞ്ഞു നോക്കുന്നുമില്ല. അങ്ങനെ പോവാണ്. റെപ്പിറ്റീഷൻ ഇല്ലാത്തൊരു സാധനമാണ് ജീവിതം. പക്ഷെ ഇന്നത്തെ പോലെ തന്നെ നാളെയെന്നും വിചാരിച്ചാണ് നമ്മൾ ഈ ദിവസങ്ങൾ കറങ്ങുമ്പോൾ വിചാരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ മുന്നോട്ട് പോണ വഴിക്ക് ഇതുവരെ പരിചയമില്ലാത്ത ഒരു വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരാളെ പോലെ
ഓരോ പുതിയ കാഴ്ചകളും കണ്ടുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോകുന്ന ഒരാളെ പോലെയാണല്ലോ. അതല്ല ജീവിതം എന്ന് പറയുന്നത്. അതിന് നമ്മൾ ടൈം ശരിയാക്കാൻ വേണ്ടി നമുക്ക് എത്ര ഓർമ്മിക്കാൻ വേണ്ടിയിട്ട് ഈ ഭൂമി ഉരുണ്ട് കറങ്ങി തിരിഞ്ഞു വരുമ്പോൾ ഉള്ളതിനൊരു ദിവസം എന്നെടുത്തു. പിന്നെ അതിനെ മണിക്കൂറുകളാക്കി തിരിച്ചു, അതിനെ മിനിറ്റുകളാക്കി, സെക്കൻഡുകളാക്കി, അതിനെ ക്ലോക്കിലേക്ക് ഇട്ട് വട്ടത്തിലാക്കി കഴിഞ്ഞപ്പോൾ നമ്മൾ ഇങ്ങനെ വിചാരിച്ചു പോയി, അറിയാതെ വിചാരിച്ചു പോയി, ഇതിങ്ങനെ റിപ്പീറ്റ് ആയിട്ട് വരുന്നൊരു സാധനമാണ് ജീവിതം എന്ന്. ഒരിക്കലും അല്ല. നമ്മൾ ഇങ്ങനെ യാത്രയാണ്. ഇപ്പോൾ ഓരോ വയസ്സും കടന്ന് നമ്മൾ മുന്നോട്ട് യാത്ര പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഓരോ ദിവസവും ഓരോ മൊമെന്റും വളരെ പ്രധാനപ്പെട്ടതാണ്. ഞാൻ ഈ വഴിയിലൂടെ ഒരിക്കൽ മാത്രമേ വരൂ. ഞാൻ സഞ്ചരിക്കുന്ന വഴിയിലൂടെ ഇതിനു മുമ്പ് ആരും സഞ്ചരിച്ചിട്ടില്ല. ഇനി ആരും ഒട്ടും വരാനും പോകുന്നില്ല. ഒരിക്കൽ മാത്രമേ ഞാൻ ഈ ഭൂമിയിൽ വരൂ. അതുകൊണ്ട് എന്നെക്കൊണ്ട് ഇപ്പൊ ചെയ്യാനാവുന്ന കാര്യങ്ങൾ ഞാൻ ഇപ്പോൾ തന്നെ ചെയ്യണം. അത് നാളത്തേക്ക് മാറ്റിവെക്കാനോ അല്ലെങ്കിൽ വേണ്ടാന്ന് വെക്കാനോ എനിക്ക് കഴിയില്ല. കാരണം ഞാൻ ഈ വഴി ഇനിയും വരില്ല. വളരെ പ്രസിദ്ധനായ ഒരു സൈക്കോളജിസ്റ്റ് എഴുതി വെച്ച ഒരു വാക്യമാണ്. ഞാൻ ഇനി ഈ വഴി ഇനിയും വരില്ല. ഇന്ന് ഇപ്പോൾ ചെയ്യാവുന്ന കാര്യങ്ങൾ എന്നെ കൊണ്ടാവുന്ന വിധത്തിൽ ഞാൻ ഇപ്പോൾ ചെയ്തേ പറ്റുള്ളൂ. ഇത് വേണ്ടാന്ന് വെക്കാനോ അല്ലെങ്കിൽ ഒഴിവാക്കാനോ എനിക്ക് സാധ്യമല്ല. കാരണം ഞാൻ ഇനി വരില്ല. എൻ്റെ വഴിയിലൂടെ ഇതിനു മുമ്പ് ആരും സഞ്ചരിച്ചിട്ടില്ല. ആരും പോകാത്ത വഴിയാ. ലോകത്ത് ഇപ്പൊ 850 കോടി ജനങ്ങള്, എത്രയോ കോടാനുകോടി വർഷങ്ങളായി ഭൂമിയിൽ ജനങ്ങൾ ജീവിച്ചിട്ടുണ്ട്. ഇനി എത്രയോ ആൾക്കാർ വരാനുണ്ട്. പക്ഷേ ഒരിക്കലും ഞാൻ ഈ സഞ്ചരിച്ച വഴിയിലൂടെ ഒരാളും ഇതിനു മുമ്പ് പോയിട്ടില്ല, ഇനി ഒരാളോട്ട് വരികയില്ല. അതുകൊണ്ട് ഒരു ഇനി എൻ്റെ തൊട്ട് മുമ്പിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് എനിക്കറിയില്ല. അതെനിക്ക് പരിചയമില്ലാത്ത ഒരു ഇതിലാണ് ഞാൻ പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ രീതിയിൽ ഒരു മനോഭാവത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമ്മൾ പോകുമ്പോൾ ഇപ്പോൾ സൈഡിൽ കാണുന്ന ഈ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടുകൊണ്ട് പോവുക, സന്തോഷത്തോടു കൂടി. എന്തെല്ലാം കാഴ്ചകളാണ് ചുറ്റുവട്ടത്തുള്ളത്. ഓരോ ദിവസത്തിൻ്റെയും അതിൻ്റെ മനോഹാരിത ആസ്വദിച്ചു പോവാം. അതാണ് പറയുന്നത്. നമ്മൾ ഒരു സൂര്യാസ്തമയം, ഒരു ചന്ദ്രോദയം, ഒരു നല്ല ചാപ്പാട്, ഉത്തരവാദിത്തമുള്ള ചുമതല നിന്ന് മാറി നിൽക്കാൻ ആവശ്യമായ അവധിക്കാലം, നല്ല തമാശ, അല്പം സ്നേഹം, ഇവയെല്ലാം ആസ്വദിക്കുന്നത് പരാജയപ്പെട്ടോ? ഇപ്പം നമ്മൾ ആസ്വദിക്കുന്നുണ്ടോ നമ്മളുടെ ചുറ്റുപാടും? നമ്മളുടെ ഈ ദിവസത്തെ ഈ മൊമെന്റിനെ, ദൈവം അനുഗ്രഹിച്ചു തന്നിട്ടുള്ള ഈ മൊമെന്റ്, ഈ ആരോഗ്യം, ഈ സമ്പത്ത്, ഈ പറഞ്ഞ ബന്ധങ്ങള്, സൗകര്യങ്ങള് എല്ലാം നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ഇതൊക്കെ വെച്ച് ഇങ്ങനെ പോവാണ്. ശരീരം അതിൻ്റെ സാധാരണ അവസ്ഥയിലേക്ക് മടങ്ങിപ്പോവാൻ പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്നതിനാൽ നിങ്ങളുടെ ശരീരം അതിനാവശ്യമായ വിശ്രമാവസരങ്ങളെ സ്വാഗതം ചെയ്തേക്കും. അതാണ് വേറെ ഒരു സംഗതി. അർദ്ധമയക്കത്തിലുള്ള ലഘുനിദ്ര ആസ്വദിക്കുക. ശരീരത്തിന് ഇടയ്ക്കൊക്കെ വിശ്രമം വേണ്ടി വരും. അപ്പോൾ ചെറുതായിട്ടൊന്ന് ഉറങ്ങുക. അല്ലെങ്കിൽ രാത്രിയിൽ ദീർഘവും ശാന്തവുമായ ഉറക്കം. അതല്ല, ചിലപ്പോൾ നിങ്ങൾക്ക് ഊർജ്ജസ്വലത വീണ്ടും ബാക്കിയുണ്ടെങ്കിൽ കലർപ്പില്ലാത്ത തമാശകൾക്കും ആസ്വാദനത്തിനുമായി ഉപയോഗിക്കുക. ജീവിതത്തിന്റെ മറ്റെല്ലാ വശങ്ങളെയും പോലെ ഇത്തരം കാര്യങ്ങളും മനുഷ്യ ജീവിതത്തിന്റെ സാധ്യതകളെ പൂർത്തീകരിക്കാൻ ആവശ്യമാണ്. എല്ലാം ഉണ്ടായി കഴിഞ്ഞതിന് ശേഷം ജീവിതം ആസ്വദിക്കാമെന്നാണ് ആരെങ്കിലും വിചാരിക്കുന്നെങ്കിൽ അത് മണ്ടത്തരമാണെന്നുള്ളവരെല്ലാവർക്കും അറിയാം. എപ്പോഴാണ് ആസ്വദിക്കേണ്ടത് എന്ന് കുറെ ഉണ്ടായിട്ടാണ് എങ്കിൽ അത് അംബാനിക്ക് പോലും ചിലപ്പോൾ സാധിക്കില്ല. കാരണം അവർ വീണ്ടും ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുകയാണ്. അപ്പൊ ആസ്വദിക്കേണ്ടത് എപ്പോഴാണെന്ന് വെച്ചാൽ പ്രസന്റിലാണ്. ഇപ്പോൾ ഉള്ള ഒരു സംഗതിയെ നമ്മളിന്നത് സന്തോഷകരമായി കാണാൻ കഴിഞ്ഞാൽ മതിയല്ലോ സന്തോഷം വരാൻ. പോസിറ്റീവ് ആയിട്ട് കാണുകയാണെങ്കിൽ സന്തോഷമായി, നെഗറ്റീവായിട്ട് കാണുകയാണെങ്കിൽ സങ്കടമായി. അങ്ങനെ കാണാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കുന്നു. നമ്മൾക്ക് കിട്ടിയ നന്മകളെ കാണുക.
നാം പറ്റിയ നഷ്ടങ്ങളെ കുറിച്ച് ഓർക്കല്ല വേണ്ടത്. എത്രയോ സന്തോഷിക്കാനുള്ള കുറെ കാര്യങ്ങളൊക്കെ നമ്മൾ നേരത്തെ ചർച്ച ചെയ്തിട്ടുണ്ട്, പറയുന്നില്ല. ഏതായാലും ഇപ്പോഴാണ് അതിനുള്ള സമയം, ആകെയുള്ള ഒരേ ഒരു സമയം. നമ്മളോട് നമ്മൾ ഇപ്പോൾ കരുണയുള്ളവരല്ലെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്ന് കരുണയോ അല്ലെങ്കിൽ പരിഗണനയോ കരുതലോ ന്യായമായി പ്രതീക്ഷിക്കാനാവില്ല. ഞാൻ എന്നോട് കരുണ കാണിക്കുക, എന്നോട് സ്നേഹം കാണിക്കുക. ഞാൻ എന്നോട് പോലും സ്നേഹം കാണിക്കുന്നില്ലെങ്കിൽ മറ്റുള്ളവർ എന്നോട് കരുണയോ സ്നേഹമോ കാണിക്കണമെന്ന് ആവശ്യപ്പെടാനോ നമുക്ക് അർഹതയില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ സുഖമാണ്, സന്തോഷവാനായിട്ടാണ് ജീവിക്കുന്നത് എന്ന് ഞാൻ എന്നോട് തന്നെ പറയുമ്പോഴാണല്ലോ മറ്റൊരാളും എന്നോട് പറയും. ആദ്യം എന്നോട് പറയേണ്ടത് ഞാൻ തന്നെ ആയിരിക്കണം. എന്നെ അഭിനന്ദിക്കേണ്ടത് ആദ്യത്തെ ആള് ഞാൻ തന്നെ ആയിരിക്കണം. എന്നോട് കരുണ കാണിക്കണ്ടോ, എന്നോട് ബഹുമാനം കാണിക്കണ്ടോ ആദ്യത്തെ ആള് ഞാൻ തന്നെ ആയിരിക്കണം. എനിക്ക് എന്നോടൊരു ബഹുമാനം ഉണ്ടെങ്കിലേ മറ്റുള്ളവർക്ക് എന്നോട് ബഹുമാനിക്കാനുള്ള സാധ്യത ഉണ്ടാവുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഞാൻ എൻ്റെ ജീവിതത്തെ ആസ്വദിക്കുന്നു. ഞാൻ എന്നോട് ഈ പറഞ്ഞ എല്ലാ തരത്തിലുള്ള ബഹുമാന സ്നേഹങ്ങളും കാണിക്കുന്നു. അതിന് ഇനിയും താമസിച്ച് നിൽക്കാൻ സമയമില്ല, ഇപ്പോഴാണ് അതിൻ്റെ സമയം. നമ്മളോട് നമ്മൾ ഇപ്പോൾ കരുണയുള്ളവരല്ലെങ്കിൽ തീർച്ചയായും മറ്റുള്ളവരിൽ നിന്ന് കരുണയോ അല്ലെങ്കിൽ പരിഗണനയോ കിട്ടാനുള്ള സാധ്യത കുറവാണ്. കുടിച്ചിരുന്ന കാലയളവിൽ ആസ്വദിച്ചിരുന്ന എല്ലാ കാര്യങ്ങളും അതിലും കൂടുതലായി മദ്യമില്ലാതെയും ആസ്വദിക്കാമെന്ന് ഞങ്ങൾ മനസ്സിലാക്കി. ഈ കുടിച്ച കാലയളവിൽ ആസ്വദിക്കാൻ വേണ്ടി പല കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്, ഞാൻ ഓർക്കുന്നുണ്ട്. ഞാൻ കുടിച്ച് ടൂറ് പോയ പല സമയങ്ങളുണ്ട്. ആസ്വദിക്കാൻ വേണ്ടിയാണ് ടൂറ് പോയത്. പക്ഷെ സംഭവിച്ചത്, ടൂറ് പോയ സ്ഥലത്ത് എത്തിയ ശേഷം അവിടെ ഇറങ്ങി ആദ്യം മദ്യഷാപ്പുകൾ അന്വേഷിച്ചു, മദ്യം വാങ്ങി, പിന്നെ റൂമിൽ കൊണ്ടേ വെച്ച് കുടിച്ചു. ആ കുടിച്ച് ആ മുറിക്കകത്തിരുന്ന് എൻജോയ് ചെയ്ത്, എവിടെ, ടൂറിസ്റ്റ് കേന്ദ്രത്തിലാണ്. എന്നിട്ട് ആ മുറിക്കകത്തിരുന്ന് എൻജോയ് ചെയ്ത് പിറ്റേ ദിവസം രാവിലെ എഴുന്നിട്ട് അവിടുന്ന് കുറെ സാധനമൊക്കെ വാങ്ങി, രാവിലെയും പോയി സാധനം വാങ്ങി, ഇതൊക്കെ കഴിഞ്ഞ് രാവിലെ വണ്ടി കയറി പോന്നു. ആ സ്ഥലം വളരെ പ്രസിദ്ധമായ ടൂറിസ്റ്റ് പ്ലേസ് ആയിരുന്നു, മൂന്നാറാണ്. ഞാൻ ഓർക്കുന്നുണ്ട്, മൂന്നാറ് കാണാൻ പോയിട്ട് മൂന്നാറ് കണ്ടില്ല. മൂന്നാറ് പോയിട്ട് റൂം എടുത്ത് താമസിച്ച് അവിടെ നിന്ന് ഫുൾ വെള്ളം അടിച്ച് പിറ്റേ ദിവസവും സാധനം വാങ്ങി അടിച്ച് അവിടുന്ന് പോയിരുന്നു. മൂന്നാറിലൂടെ ഒന്ന് കുറെ വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോവുകയും ചെയ്തു. അങ്ങനെ മദ്യപിച്ചിട്ട് അവിടെ ചെന്നിട്ട് ആസ്വദിക്കല്ല ചെയ്ത്, മദ്യപിച്ച് അവിടെ പോയി മദ്യപിച്ചു. അപ്പോ ആസ്വാദനം എന്ന് പറഞ്ഞത് അതിന് മൂന്നാറിൽ പോകേണ്ട കാര്യമൊന്നുമില്ലായിരുന്നു, അത് ഇവിടെ ഇരുന്നിട്ടായാലും നടക്കുമായിരുന്നു ആ പണി. അപ്പൊ അങ്ങനെ അല്ല വേണ്ടത്. അവിടെ പോവുകയാണെങ്കിൽ അവിടുത്തെ കാര്യങ്ങൾ പ്രസന്റിൽ ആസ്വദിക്കാനുള്ള ശ്രമം നടത്തുക. കുടിച്ചിരുന്ന കാലയളവില് അത് ആസ്വാദനമായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നെങ്കിൽ അതിനേക്കാൾ നന്നായിട്ട് അതേ സ്ഥലത്ത് അങ്ങനെയുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് അവിടുത്തെ സൗന്ദര്യം ആസ്വദിക്കാനുള്ള ശ്രമം നടത്തുക. നേരത്തെ ആസ്വദിച്ചിരുന്ന വ്യത്യസ്തമായിട്ടുള്ള ആസ്വാദനത്തിലേക്ക് നമ്മൾ മെല്ലെ തിരിയുക. എന്തിനു പറഞ്ഞു, ഭക്ഷണം ആസ്വദിച്ച് കഴിച്ചിട്ടില്ല കുടിക്കുന്ന സമയത്ത്. ഭക്ഷണം കഴിക്കാൻ കല്യാണത്തിന് പോയി നല്ല ഫുഡ് കഴിക്കാൻ വേണ്ടി പോന്നു. 350, 400 രൂപയോ 500 രൂപയോ ഒക്കെ ഉള്ള ഓരോ പ്ലേറ്റിനുള്ള ഫുഡൊക്കെ പോയി കഴിക്കാൻ പോകും. എന്നിട്ട് നല്ല ഫുഡാണ്, ഗംഭീര റേറ്റാണ് അവിടുത്തെ. അത് ഫിറ്റായിട്ട് അവിടെ പോയി കഴിഞ്ഞ് കഞ്ഞിയും ചമ്മന്തിയും കഴിക്കണതും ഈ പറഞ്ഞ 500 രൂപയുടെ ഊണ് കഴിക്കണതും കുടിച്ചു ചെന്നിട്ട് ഒരുപോലെയാണ്. എന്തൊക്കെയോ വാരി ഒരു ടേസ്റ്റും ഇല്ലാതെ കഴിച്ച ഒരുപാട് സംഗതികൾ ഓർമ്മയുണ്ട്. നല്ല കല്യാണത്തിനൊക്കെ പോയിട്ട് ആ കല്യാണത്തിന് വിളമ്പിയ വിഭവത്തിന്റെ ഒരു ടേസ്റ്റ് പോലും അറിയാതെ ഭക്ഷണം കഴിച്ചു പോകുന്നത്. അപ്പൊ ആസ്വാദനം എന്ന് പറയുന്നത് ശരിക്കും ടേസ്റ്റ് മനസ്സിലാക്കി കഴിക്കുമ്പോഴല്ലേ. അതുകൊണ്ട് നമുക്ക് ഇതെല്ലാം ആസ്വദിക്കാം. ഭക്ഷണം ആസ്വദിക്കാം,
ചായ പോലും ആസ്വദിച്ചു കുടിക്കാം, അതുപോലെ കാഴ്ചകൾ ആസ്വദിക്കാം, എല്ലാം മദ്യമില്ലാതെ ആസ്വദിക്കാൻ നമ്മൾ ശ്രമിക്കുമ്പോഴാണ് നമുക്ക് കുറേയും കൂടി സന്തോഷം ഉണ്ടാവുക. അത് മാത്രമല്ല, അതിനല്പം പരിശീലനം ആവശ്യമാണ്. പക്ഷേ അതിൽ നിന്ന് ലഭിക്കുന്ന പ്രതിഫലം ഞങ്ങൾ എടുക്കുന്ന ശ്രമത്തിനേക്കാൾ വളരെ കൂടുതലാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ കിട്ടുന്ന ആ ഒരു സന്തോഷം എന്ന് പറയുന്നത് കുറേ കൂടി വില പിടിച്ച സന്തോഷമാണ്, എവർലാസ്റ്റിംഗ് ആണ്, കുറേ കാലത്തേക്ക് അത് നിൽക്കും. എന്നാലോ മദ്യപിച്ച് നടത്തുന്ന ആസ്വാദനം എന്ന് പറയുന്നത് ആ മൊമെന്റിൽ അവസാനിക്കും. ഒരു പക്ഷേ ആ മദ്യത്തിന്റെ കെട്ട് വിടുകയോ അല്ലെങ്കിൽ കൂടുകയോ ചെയ്തു കഴിയുമ്പോൾ അത് അവസാനിച്ചു പോകും. അപ്പൊ അങ്ങനെ ചെയ്യുന്നത് സ്വാർത്ഥതയല്ല, പ്രത്യുത സ്വയരക്ഷാപരമായ പ്രവൃത്തിയാണ്. സ്വയം മോചനത്തെ പരിപോഷിപ്പിച്ചില്ലെങ്കിൽ സ്വയം നിലനിൽക്കാനും നിസ്വാർത്ഥമായി സന്മാർഗികളായി സാമൂഹികമായ ഉത്തരവാദിത്വമുള്ളവരായി തീരാനും കഴിയില്ല. എങ്ങനെ? സ്വയം മോചനത്തെ പരിപോഷിപ്പിച്ചിട്ടില്ലെങ്കിൽ. ഞാൻ മെച്ചപ്പെട്ടു എന്ന് പറയേണ്ടത് ഞാനാണ്. സ്വയം ഞാൻ എന്നെ ആസ്വദിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോഴാണ് നമ്മളുടെ സ്വഭാവവും പെരുമാറ്റവും ഒക്കെ മെച്ചപ്പെട്ടു എന്ന് നമ്മൾ ബോധ്യപ്പെടുമ്പോഴാണ് നമുക്ക് ജീവിതത്തിൽ ആസ്വദിക്കാൻ കഴിയുക. ഇതാണ് ആ ഒരു സ്വയം നല്ലവരായിരിക്കുക എന്ന പോയിന്റിൽ പറഞ്ഞിട്ടുള്ള വിശദാംശങ്ങൾ. ഏതായാലും ഒരു കാര്യം ഇതാണ്, മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് നല്ല സ്വഭാവത്തിനെ നമ്മൾ മാറുകയും അതിനെ ആസ്വദിക്കുകയും ചെയ്യുന്നതൊക്കെ വളരെ കുറവായിരുന്നു. പക്ഷെ ഇപ്പോ നമ്മൾ നമ്മളുടെ കഴിവുകളെയും കഴിവുകേടുകളെയും ഒക്കെ തിരിച്ചറിഞ്ഞുകൊണ്ട് പെരുമാറുന്നു. അതുപോലെ തന്നെ നമ്മൾ ഓരോ മൊമെന്റിനെയും ആസ്വദിച്ചു മുന്നോട്ട് പോകുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഒരു നന്മ നമ്മളുടെ മനസ്സിലുണ്ടാക്കിയെടുക്കുന്നു. ഇതാണ് ഈ പോയിന്റ് പറയുന്ന പ്രധാനപ്പെട്ട സംഗതി. അതുകൊണ്ട് ആസ്വദിക്കാൻ കിട്ടുന്ന ഒരു സമയവും നമ്മൾ കളയരുത്. കാരണം ഒരു മൊമെന്റ് കഴിഞ്ഞാൽ കഴിഞ്ഞതാണ്. ഉണ്ട് ഈ 2025 ഒക്ടോബർ 6 രാത്രി 11 മണി ഇനി വരില്ലല്ലോ, അത് കഴിഞ്ഞല്ലോ. അതൊരിക്കൽ മാത്രമേ വരുള്ളൂ, അതുകൊണ്ട് ഇനി വരുന്നില്ല. അപ്പൊ അതുകൊണ്ട് ഇന്നത്തെ ഈ ഒരു സമയത്തെ ആസ്വാദനമാണ്, അത് നമ്മൾ ആസ്വദിച്ചോ ഇല്ലയോ എന്നുള്ളതാണ്. അപ്പൊ അത് എൻ്റെ തീരുമാനമാണ്. അപ്പൊ എൻ്റെ സന്തോഷം യഥാർത്ഥത്തിൽ എൻ്റെ തീരുമാനമാണ്, അല്ലാണ്ട് ചുറ്റുവട്ടത്തു നിന്നും കിട്ടുന്ന കാര്യങ്ങളല്ല എൻ്റെ സന്തോഷത്തിന്റെ ഘടകം എന്ന് പറയുന്നത്. അപ്പൊ അതിന് നമുക്കൊക്കെ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.